വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, സാഹിത്യവും എഴുത്തും ഗഗനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹോത്സവത്തിൻ്റെ കാഴ്ചക്കാരായി എത്തിയവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം. ആ മേഖലയിൽ നിന്നും ഒട്ടും പ്രാധാന്യം കുറയാതെ ഒരു തരത്തിലും കുറച്ചു കാണാൻ സാധിക്കാത്ത പ്രസാധക മേഖലയെ കൂടി ചർച്ചയ്ക്കെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഘാടകരും സാഹിത്യ അക്കാദമിയും വളരെ സുദീർഘമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കടമയാണ് നിർവഹിച്ചിരിക്കുന്നതെന്ന് ആമുഖമായി പറയട്ടെ. സാധാരണഗതിയിൽ നാടൊട്ടുക്ക് നടന്നു വരുന്ന ഇത്തരം അക്ഷരമാമാങ്കങ്ങളിൽ പ്രസാധകരെ പുസ്തകം വിൽക്കുന്ന കർമ്മങ്ങൾക്കായി മാത്രമുള്ള സ്റ്റാളുകളിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ അവർക്ക് പറയാനുള്ളതും അവർ കേൾക്കേണ്ടതുമായിട്ടുള്ള സംഗതികൾ നാം വിസ്മരിക്കുകയാണ് പതിവ്. അതിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നമായ ഒരു സമീപനം എടുക്കുന്നതിലൂടെ സാഹിത്യ അക്കാദമി ഈ സമൂഹത്തിന്റെയും ജനങ്ങളുടെയും ഒപ്പം നിൽക്കുന്നു എന്നാണ് തെളിയിക്കുന്നത്. എന്നോടൊപ്പം ഈ സവിശേഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹപാനലിസ്റ്റുകളായ എല്ലാവർക്കും ഞാൻ അതിന് സ്വാഗതം പറയുകയാണ്. ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകത, ഇതിൽ പലരും പ്രസാധകർ മാത്രമല്ല എന്നുള്ളതാണ്. എല്ലാവരും വിവിധ മേഖലയിലുള്ള പ്രസാധക കമ്പനിയെ പ്രതിനിധാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലരെങ്കിലും, ഞാൻ ഉൾപ്പെടെയുള്ള ചിലരെങ്കിലും എഴുത്തിലും നിലനിൽക്കുന്നവരാണ് എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എഴുത്തുകാരനായും പ്രസാധകനായും ഒരാൾ തന്നെ മാറുമ്പോൾ അതിൽ എഴുത്തുകാരൻ നേരിടുന്ന പ്രശ്നങ്ങള്, ചൂഷണങ്ങള്, പ്രതിസന്ധികളൊക്കെ തന്നെ, അല്ലെ പ്രസാധകൻ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരാളിലേക്ക് എത്തുന്നു എന്നുള്ളതും അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നുള്ള സവിശേഷ പ്രത്യേകതയും ചിലരെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരിൽ ഉണ്ട് എന്നുള്ളതും നാം ഓർക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പ്രസാധക ലോകം ചെയ്യുന്നത് എന്നൊരു മിനിറ്റ് നോക്കാം. യഥാർത്ഥത്തിൽ എഴുത്തുകാരനും വായനക്കാരനും ഇടയിലുള്ള പാലമാണ് പ്രസാധകൻ. തൻ്റെ കാഴ്ചപ്പാടുകൾ, തനിക്ക് തോന്നിയതെല്ലാം എഴുതി വെക്കുന്ന എഴുത്തുകാരന്റെ ആത്മാവിഷ്കാരത്തിലൂടെ ഒരു പുസ്തകത്തിലൂടെ പകർത്തി അത് വായനക്കാരന്റെ കൈകളിലെത്തിരിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു പാലമാണ് പ്രസാധകൻ. ഞാൻ ആ പാലത്തിനെ സാംസ്കാരിക പാലം എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ നോട്ടത്തിൽ പുസ്തക പ്രസാധനം, അല്ലെ പ്രസാധനം എന്ന് പറയുന്ന കല തന്നെ ഒരു സാംസ്കാരിക പ്രവൃത്തിയാണ്. ചിലർക്കെങ്കിലും ഞാനിത് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം, അങ്ങനെ സാംസ്കാരിക പ്രവൃത്തി മാത്രമായാൽ എത്ര കാലം ഒരു പ്രസാധക കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ഒരു പ്രസാധക വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്, അങ്ങനെ ആർക്കെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രസാധനം ഒരു സാംസ്കാരിക പ്രവൃത്തി മാത്രമല്ല, അതിൽ അല്പം കൂടി കച്ചവടവും വേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഈ രംഗത്തെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ കച്ചവടത്തിന്റെ തോത് കൂടുന്നതനുസരിച്ച് അത് ചൂഷണമായി മാറാം. കച്ചവടത്തിന്റെ തോത് കുറയുന്നതിനനുസരിച്ച് അത് സാംസ്കാരിക പ്രവർത്തനവുമായി മാറാം. ഇത് ഞാൻ പറയുന്നത് ഇതിലൊരു ആപ്തവാക്യം എന്ന നിലയ്ക്ക് മാത്രമാണ്. അതിന്റെ വിശദാംശങ്ങൾ എൻ്റെ സഹപാനലിസ്റ്റുകളായ പ്രഗത്ഭരായ ആൾക്കാരുണ്ട്, അവർ നിങ്ങളോട് വിശദീകരിക്കുമെന്ന് തന്നെയാണ് അധ്യക്ഷ എന്ന നിലയിൽ ഞാൻ കരുതുന്നത്. എഴുത്തുകാർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന പ്രസാധകരുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ചോദിച്ചാൽ
അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാലഘട്ടമാകട്ടെ എഴുത്തുകാരൻ തന്നെ പ്രസാധകരായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് ചുറ്റും പരിശോധിച്ചാൽ കാണാവുന്നതാണ്. പല എഴുത്തുകാരും സ്വന്തമായിട്ട് തന്നെ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച് വിറ്റ് ജീവിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി പേരുണ്ട്. അവർ പോലും 100% അതിനോട് സത്യസന്ധത പുലർത്തുന്നുണ്ട്. അപ്പൊ എഴുത്തുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ വായനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അതുമല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രസാദനം? വായനക്കാർക്ക് നൽകുന്ന, വായനയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന വലിയ വിഭാഗമുണ്ട്. അതിൽ എഴുത്തുകാരനും ഉൾപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വിഭാഗമാണ് പ്രസാധകർ. പക്ഷെ പ്രസാധന രംഗത്തെ നമ്മളാരും വ്യവസായ രംഗം എന്ന് വിളിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ കാണുന്ന പല കലകൾ പോലും സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ്. പക്ഷേ പ്രസാധന രംഗത്തെ ഒരു വ്യവസായം എന്ന് വിളിക്കുന്നതായിട്ട് ഞാൻ കേൾവിപ്പെട്ടിട്ടില്ല. കാരണം പ്രസാധനം ഒരു വ്യവസായം അല്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ അതൊരു സാംസ്കാരിക പ്രവൃത്തിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ പ്രസാധനം ഒരു കലയുടെ ഭാഗമാണ്. അതിൽ ചെറിയൊരു അംശം മാത്രമേ സർവൈവിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മാത്രമാണ് അതിൽ കച്ചവടം ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ധാരാളം ചൂഷണങ്ങൾ നടക്കുന്നില്ലേ? ധാരാളമായ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വലിയൊരു എഴുത്തുകാരൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പുസ്തകങ്ങൾ ഇറക്കുവാൻ വേണ്ടി പ്രസാധക കമ്പനികൾ ബോംബെയിലെ അദ്ദേഹം കയറിയിറങ്ങി നടന്നു. ആരും പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പണം കൊടുത്ത് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, വായനക്കാർ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹം വളരെ അതിപ്രശസ്തിയിലേക്ക് പോയി. ആ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. പിൽക്കാലത്ത് ആമസോൺ ഗ്രൂപ്പ് തന്നെ അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് വലിയൊരു പണക്കിഴി സമ്മാനമായി വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു ആശയം തരാം, ആ ആശയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം എഴുതണമെന്ന്. ഒരു എഴുത്തുകാരൻ എന്നാലേ പറയട്ടെ, പണം എത്ര മുന്നിൽ വെച്ചിട്ടും ഒരുപക്ഷെ നമ്മളോട് ഒരു ആശയം തന്നിട്ട് എഴുതാൻ പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല ഒരു രചന നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സാക്ഷിയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പണം വലുതായതുകൊണ്ടാവാം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സിനിമ അധികരിച്ചുകൊണ്ട് ആ പുസ്തകം ഇറക്കുകയും എന്നോട് അദ്ദേഹം പറഞ്ഞു, അവർ കൊടുത്ത 50 ലക്ഷം രൂപയുടെ കൊടുത്തു വാങ്ങിയ കാറാണ് ഈ കിടക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ആരാണ് അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യം. പ്രസാധകനാൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ആരൊക്കെയാണ്? എഴുത്തുകാരൻ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ആ പുസ്തകം വായിച്ച വായനക്കാരോ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഇരകളായി എഴുത്തുകാരനും തദ്വാര വായനക്കാരനും മാറുന്നുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥയും ഈ പ്രസാധക മേഖലയിൽ ഉണ്ട് എന്നുള്ളത്. മറുവശത്തോ പുസ്തകങ്ങൾ പ്രസാധനം ചെയ്യാൻ കഷ്ടപ്പെടുന്ന ധാരാളം പ്രസാധകരുടെ ലോകമാണ് പ്രത്യേകിച്ച് കേരളം. ഏതാണ്ട് 200-ലധികം ചെറുകിട പ്രസാധകർ നിലവിലുണ്ട്. അതിൽ കൂടുതൽ പ്രസാധകരുണ്ട് കേരളത്തിൽ. ഒറ്റയാൾ പ്രസ്ഥാനങ്ങളായിട്ട് നിരവധി പേരുണ്ട്. വമ്പൻ പ്രസാധക സംരംഭങ്ങൾ വേറെയുമുണ്ട്. ഒരു പുസ്തകം ഇറക്കാൻ വേണ്ടി ആദ്യമായി ഒരു എഴുത്തുകാരൻ ഒരു പ്രസാധക കമ്പനിയെ സമീപിക്കുകയാണെങ്കിൽ ആദ്യം ആ പ്രസാധക കമ്പനി ചോദിക്കുന്ന, കമ്പനിയുടെ ഉടമസ്ഥൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, അല്ല എന്റെ മാനേജർ എന്താ ജോലി എന്ന്. നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ഡോക്ടർക്ക് എന്താ കാണാം? സ്കാൻ ചെയ്യണം, എക്സ്റേ എടുക്കണം, പലതും ചെയ്യിക്കണം. ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ നിങ്ങളുടെ ജോലി എന്നുള്ളതാണ്. വരുമാനം എന്തെന്നറിയണം. പ്രസാധകനും അതേ ചോദ്യമാണ് ചോദിക്കുന്നത്, എന്താ ജോലി? വിദേശത്താണെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പുസ്തകം ഇറക്കാം. മറ്റൊന്ന് റോയൽറ്റിയും വേണ്ട. പ്രസാധകന് സന്തോഷമായി, പുസ്തകം ഇറക്കുന്ന ആൾക്ക് സന്തോഷമായി. അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന, ചൂഷണം ചെയ്യുന്ന ആ ഒരു ദുർബല വികാരത്തെ, അല്ലെങ്കിൽ എന്റെ ഒരു പുസ്തകം ഇറങ്ങണമെന്ന് പറയുന്ന ആ അഭിവാഞ്ഛയെ കൃത്യമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു വലിയ പ്രസാധക സംഘം തന്നെ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ള സങ്കടകരമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, വൻകിട പ്രസാധകർ ഒന്നൊഴിയാതെ തന്നെ ഇതിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഈ അടുത്ത കാലത്തായിട്ട് വലിയൊരു അവാർഡിന്റെ ഫൈനൽ പട്ടികയിൽ ഇടം പിടിച്ച ഡേവിഡ് തിയേറ്ററിനൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് കഥ. വിദേശിയായ ഒരു വനിതയുടെ പ്രശസ്തമായ നോവൽ. അവരതിനുവേണ്ടി അവരെ സമീപിച്ചപ്പോൾ 3 ലക്ഷം രൂപ അവർ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. 3 ലക്ഷം രൂപ കൊടുത്ത് 100 കോപ്പി മാത്രം ഇറങ്ങിയ ആ പുസ്തകത്തിന് വലിയൊരു അവാർഡിന്റെ ഫൈനലിസ്റ്റ് കയറാൻ സാധിച്ചു എന്നുള്ളതാണ്. അവർ പോലും ആ ചൂഷണത്തിന് വിധേയമായി സഞ്ചരിക്കേണ്ടി വന്നു എഴുത്തുകാരി. അപ്പൊ ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? വലിയ തുകകൾ വാങ്ങി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ ഗുണനിലവാരം തന്നെ നമുക്ക് പരിശോധിക്കാം. എത്രയോ മോശമാണ്. നിങ്ങൾ സങ്കല്പിച്ചു നോക്കും. ഞാൻ ആരുടെ പേരെടുത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ചെറുകിട പബ്ലിഷേഴ്സ് ആയതുകൊണ്ട് തന്നെ വൻകിട പബ്ലിഷേഴ്സ് ആരുമില്ല. അവർ ആ ഗുണമേന്മ പുസ്തകത്തിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വൻകിട പ്രസാധകരുടെ പുസ്തകം എടുത്ത് നോക്കൂ. എത്രയോ ഗുണനിലവാരം കുറഞ്ഞ പേപ്പർ ഉപയോഗിക്കുന്നു. എത്ര ചെറിയ അക്ഷരം, വളരെ ബുദ്ധിമുട്ട് വേണം. കണ്ണട വെക്കേണ്ടാത്ത ആൾ പോലും വലിയ ഭൂതക്കണ്ണാടി പിടിച്ചിട്ട് വേണം അക്ഷരങ്ങൾ വായിക്കണം. അത് അടുക്കി വെച്ച് 2 പേജിലേക്ക് പോകേണ്ട മാറ്റർ 1 പേജ് ചുരുക്കി എങ്ങനെയൊക്കെ ഒരു പുസ്തകം ഇറക്കി നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ വായനാ ലോകത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു മുൻകിട പബ്ലിഷേഴ്സ്. അവിടെയാണ് ഞാൻ ഈ മുൻപ് പറഞ്ഞ 200ഓളം ചെറുകിട പബ്ലിഷേഴ്സിന്റെ പ്രത്യേകതകൾ കടന്നു വരുന്നത്. അതിനൊരു സമാന്തര ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി ആ സമാന്തര ലോകത്ത് മറ്റെന്തൊക്കെയുണ്ട്? സ്ത്രീ കൂട്ടായ്മകൾ ഉണർന്നു വരുന്നു, നാടൊട്ടാകെ സൗഹൃദ സംഘങ്ങൾ ഉണർന്നു വരുന്നു, കുട്ടികളുടെ സംഘങ്ങൾ ഉണർന്നു വരുന്നു. അവരെഴുതുന്ന, അവർ രചിക്കുന്ന പുസ്തകങ്ങൾ ഒന്നായ അവർ തന്നെ പ്രസിദ്ധീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്തെങ്കിലും കിട്ടുന്ന ലാഭം അവർ തന്നെ പങ്കിടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഒരിക്കൽ അതിദയനീയമായ ഒരു കാഴ്ച കണ്ടുവന്നു. 2019 പുസ്തകോത്സവം നടക്കുകയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുന്നിൽ. ഇത്ര വിപുലമായ രീതിയിലല്ല, എല്ലാ വർഷവും നടത്താനുള്ള സാഹിത്യോത്സവമാണ്. നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഒരു വ്യക്തി, ആ പേര് പറയാൻ എനിക്ക് മടിയില്ല, സൈമൺ ബ്രിട്ടോ. സ്വന്തം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിന്റെ മുൻപിൽ, കവാടത്തിന് മുൻപിൽ ഇരുന്ന് വരുന്നവരെല്ലാം വിളിച്ച് പുസ്തകം വിൽക്കുകയാണ്. സൈമൺ ബ്രിട്ടോയ്ക്ക് ധാരാളം പ്രതിബിംബങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനടക്കമുള്ള വലിയൊരു യുവതയെ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക് ആനയിച്ച മഹാരഥനാണ്. അതെല്ലാം വിട്, അതിനപ്പുറം അദ്ദേഹം വലിയൊരു എഴുത്തുകാരനായിരുന്നു. എത്ര പേർക്ക് അറിയാം, എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടറിയുന്ന തന്നെയാണ്. ആ സൈമൺ ബ്രിട്ടോ പോലും ഒരു പുസ്തകം, ഒരു ഗ്രന്ഥശാല അതിനകത്തൊരു സ്റ്റാൾ തുടങ്ങി വിൽക്കാൻ നിവൃത്തിയില്ലാതെ അതിന്റെ മുൻപിലിരുന്ന് സ്വന്തം പുസ്തകം വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയാണ് നമ്മുടെ സംവിധാനത്തിൽ പരാജയം പറ്റിയിരിക്കുന്നത്? ആരുടെ പരാജയമാണ്? പ്രസാധകന്റെ പരാജയമാണെങ്കിൽ അത് നമ്മൾ തുറന്നു പറയണം, ചർച്ചയിൽ അത് തുറന്നു പറയും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളെ കടന്നു പോകുന്ന പ്രസാധനത്തിന്റെ ചൂഷിത മേഖലയിൽ നിന്നും ഒരു രക്ഷപ്പെടലാണ് ഈ ചെറുകിട പ്രസാധകരുടെ രംഗപ്രവേശവും അതുപോലെ ഇത്തരം സമാന്തര കൂട്ടായ്മകളോടെയുള്ള പ്രസാധന രംഗം എന്ന ആമുഖത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം മറ്റൊരു വിശാലമായ ലോകം കൂടി നമ്മുടെ മുന്നിലേക്ക് തുറന്നു വന്നു. ഡിജിറ്റൽ വേൾഡ്. ആരുടെയും സഹായം വേണ്ട, ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾക്ക് ഓൺലൈനായി പുസ്തകം പബ്ലിഷ് ചെയ്യാം. കിൻഡൽ, ഇ ബുക്ക്, ബ്ലോഗുകൾ പോലുമുണ്ട്. ഞാൻ അതിശയപ്പെടുന്ന കാര്യം, ചില കഥകൾ, നമ്മുടെയൊക്കെ പുസ്തകങ്ങൾ ഒരു പക്ഷേ 2-3 പതിപ്പുകൾ, വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പോലും 10 പതിപ്പുകൾ കഴിയുന്നത് അപൂർവമാണ്. 11ാമത്തെ പതിപ്പിറക്കിയാൽ ഏത് എഴുത്തുകാരനും അതൊരു സമ്മേളനം വെച്ച് ആചരിക്കുന്ന കാലഘട്ടമാണ്. സംഭവിക്കില്ല, ബുദ്ധിമുട്ടാണ്. ആ സ്ഥലത്ത് 3 ലക്ഷം പേരൊക്കെ ഒരു ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുന്ന കഥയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുന്നു, വായിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു വാർത്തയല്ലേ? പ്രസാധനത്തിന്റെ എത്രയും വിപുലവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകമാണത്, ഡിജിറ്റൽ വേൾഡ്. ഞാൻ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമായിട്ട് എടുത്താൽ മതി. വിമർശനങ്ങൾ ചർച്ചയിൽ നിങ്ങൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത്ര വിശാലമായ ഒരു ലോകം, ഒന്നും മുടക്കണ്ടാത്ത, സമയം മാത്രം വരുന്ന, നമ്മുടെ ബ്രെയിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താവുന്ന വിപുലമായ ഒരു ലോകം, ഡിജിറ്റൽ ലോകം സമാന്തരമായിട്ട് തുറന്നു കിട്ടുന്നു. അവിടെ നമ്മുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം, രചനകൾ പ്രസിദ്ധീകരിക്കാം. അത് വായിക്കാൻ 1000 പേർക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ലക്ഷക്കണക്കിന് പേർ വരുന്നു എന്നുള്ളതാണ്.
പക്ഷെ അപ്പോഴും മലയാളിയുടെ വായനാ മനസ്സ് എന്നും പുസ്തകത്തിനൊപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേരും ഇവിടെ കൂടി നിൽക്കുന്നതും സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മലയാളിക്ക് പുസ്തകത്തിന്റെ മണവും രുചിയും ഇല്ലാതെ വായന പൂർണ്ണമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസാധകരൊക്കെ ഇന്നും പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയാം. കാരണം പുസ്തകങ്ങൾ വിറ്റുപോകുന്നു എന്നുള്ളതാണ്, വായനക്കാർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ സമാന്തരമായ മറ്റൊരു ലോകത്തിന്റെ വാതിലാണ് ഓഡിയോകളല്ലോ, അത് കഥകളും. ഇപ്പോൾ നമ്മൾ എല്ലാവരും കാറുള്ളവരാണ്. കാർ യാത്രയിലൊക്കെ ആകമാനം വീഡിയോയോ പാട്ടുകളോ ഒക്കെ കേൾക്കുന്ന പോലെ തന്നെ കഥകൾ ഓഡിയോയിലൂടെ ഇറങ്ങി തുടങ്ങി നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ സമാന്തരമായ ഒരു ലോകം എത്രയോ സജീവമാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന ചെറിയൊരു ലോകമല്ല. ആ ലോകത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നമ്മുടെ രചനകൾ, നമ്മുടെ സൃഷ്ടികളെല്ലാം വ്യക്തമായ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. സൗജന്യമായ സാഹചര്യം ഉണ്ടാകുന്നു. അത് ഉപയോഗപ്പെടുത്തുന്ന വലിയ തലമുറ വളർന്നു വരുന്നു. ആ വളർച്ചയിലും പുസ്തക പ്രസാധനവും പുസ്തകം വായിക്കുന്നവരുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സമാന്തര ലോകവും യഥാർത്ഥ ലോകവും ഒരുപോലെ മുന്നേറുന്ന കാഴ്ചയാണ് പ്രസാധന ലോകത്തും പുസ്തകത്തിന്റെ ലോകത്തും കാണാൻ കഴിയുന്നുള്ളത്. വളരെ ആശ്വാസകരമാണ് എന്നുള്ളത് ഈ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ അഭിപ്രായങ്ങൾ വരുത്തേക്ക് വണ്ണം നമ്മുടെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമുക്ക് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും പ്രസാധകനും ഒക്കെ ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ വിഭാഗം മാനേജറായി റിട്ടയർ ചെയ്തിട്ടുള്ള പ്രിയങ്കനായ ഡേവിസ് ചേട്ടനിൽ നിന്ന് തന്നെ ചർച്ച തുടങ്ങാം. കൂടുതൽ കാര്യങ്ങൾ ഡേവിസ് ചേട്ടനിൽ നിന്ന് ശ്രമിക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ചർച്ച സാഹിത്യ അക്കാദമി ഇതിനോടൊപ്പം സംഘടിപ്പിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ആമുഖമായിട്ട് പ്രസാധന രംഗത്തെ ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഞാനൊരു പ്രസാധകനൊന്നുമല്ല. പ്രസാധന രംഗത്ത് സർക്കാരിൻ്റെ ഒരു പ്രസാധന വിഭാഗത്തിൽ ജോലി ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പ്രസാധന രംഗത്ത് ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ മുഖ്യമായിട്ട് പറയുന്നത് ഡിജിറ്റൽ പ്രസാധനത്തെക്കുറിച്ചല്ല, എനിക്കതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാനറിയില്ല. പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട് ഇന്നും അതിന് ചില സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ പുസ്തകങ്ങളിങ്ങനെ ധാരാളം ഇറങ്ങുമ്പോൾ ആളുകൾ പറയും പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒരു റവല്യൂഷനായിട്ട് പുസ്തക പ്രസാധനം മാറുണ്ടെന്ന് ചില ആളുകൾ പറയും. ഇതൊന്നും തന്നെ പുസ്തകം തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ പുസ്തകം ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുസ്തകത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്ന അടുത്ത കാലത്തുണ്ടായ ഒരു ഡിജിറ്റൽ വേൾഡിലൊരു സംഭവം എന്ന് പറയുന്നത്, ആമസോൺ ഒരു ദിവസം കാശ് കൊടുത്ത് നമ്മളൊക്കെ മേടിച്ച് സ്വന്തമാക്കി വെച്ച 1984 എന്ന് പറയുന്ന നോവല് ഒറ്റയടിക്ക് പിൻവലിച്ചു. അതോടുകൂടിയിട്ട് ഒറ്റ ആള് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മളേതാണെന്ന് വിചാരിച്ച് നമ്മൾ സ്വകാര്യമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ പബ്ലിക്കേഷൻ ഇപ്പോഴും ഇങ്ങനത്തെ ചില വൈതരണികളുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നാളെ അത് മാറുമായിരിക്കും. നാളെ സ്വതന്ത്ര ആയിട്ട് ഉള്ള കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ കുറേ കൂടി ജനാധിപത്യപരമായിട്ട് അതിനെ സമീപിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് എന്തായാലും പുസ്തക പ്രസാധനത്തിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് പുസ്തകമായിരിക്കും ഒരുപക്ഷെ ആദ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പുസ്തകം പണ്ഡിതനോടും പാമരനോടും ഒരേപോലെയാണ് പെരുമാറുന്നത്. അത് നമുക്ക് വളരെ സ്വതന്ത്രമായിട്ടാണ് നമ്മുടെ മുന്നിൽ ഒരു പുസ്തകം വരുന്നത്. അതിന് പക്ഷഭേദങ്ങളില്ല. അപ്പം അതുകൊണ്ട് ഡിജിറ്റൽ പുസ്തകങ്ങളെക്കാളും കുറേ കൂടി സ്വതന്ത്രമായിട്ട് അച്ചടി പുസ്തകങ്ങൾ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല എഴുത്തുകാരെ ലോകത്തുണ്ടാക്കിയാലും പ്രസാധകർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ കാഫ്ക പോലും, കാഫ്ക പറഞ്ഞു വെച്ചത്, കാഫ്ക
പറഞ്ഞു വെച്ച ഒരു കാര്യം, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ നശിപ്പിക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് മാർക്സ് ബ്രീഡിനോട് പറഞ്ഞത്. പക്ഷേ കാഫ്കയുടെ സുഹൃത്ത് അത് ചെയ്തില്ല. അദ്ദേഹം തന്നെ ഒരു പ്രസാധകനായിട്ട് ഏതാണ്ട് മാറുന്ന രീതിയിൽ ലോകത്തെ പിൽക്കാലത്ത് ലോകം ചർച്ച ചെയ്ത കാഫ്കയുടെ മെറ്റമോർഫോസിസും അതുപോലെ തന്നെ അമേരിക്കയും അതുപോലെ തന്നെ ട്രയലും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കാനും ലോകം കാണാനൊക്കെ ഇടവന്നത് അതുകൊണ്ടാണ്. കാഫ്ക തന്നെ പുസ്തകത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, പുസ്തകം നമ്മുടെ എന്താ പറയുക ഹൃദയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഹിമാവൃതമായ ഈ കടലിനെ വെട്ടിപ്പിളർക്കാനുള്ള ഒരു കോടാലിയായിട്ട് പുസ്തകം പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. പുസ്തകത്തിന് അങ്ങനെ വലിയ റോള് ചരിത്രത്തിൽ ഉണ്ട് എന്നാണ്. ഗാന്ധിയെ മാറ്റിയ പുസ്തകമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസാധനം എന്ന് പറയുന്നത്, പ്രസാധകനൊരു ബ്രഹ്മാവാണ് ഒരർത്ഥത്തിൽ. പക്ഷെ നമ്മുടെ അടുത്ത കാലത്തെ പുസ്തകങ്ങൾ വരുമ്പോൾ ഈ പുസ്തകങ്ങളിൽ ഒരു എഡിറ്ററുടെ പ്രാധാന്യമില്ലാതെയാണ് വരുന്നത്. പുതിയ സാങ്കേതിക വിദ്യയുടെ സൗകര്യം ഉപയോഗിച്ച് ധാരാളം എഴുത്തുകാരുണ്ടാവുന്നു. അതൊക്കെ തന്നെ എഴുത്ത് ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇങ്ങനെ സാങ്കേതികവിദ്യ എഴുത്തിന് ഒരുപാട് സൗകര്യങ്ങൾ നൽകും. നമുക്ക് കുറച്ച് പുസ്തകം വേണമെങ്കിൽ അച്ചടിച്ചാൽ മതി, 100 കോപ്പി അച്ചടിച്ചാൽ മതി. അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഡിജിറ്റലായിട്ട് ഒരു പൈസയും കൊടുക്കാതെ നമുക്ക് തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാം. പക്ഷെ അവിടെയൊക്കെ തന്നെ ഒരു എഡിറ്ററുടേതായ ഒരു സാന്നിധ്യമില്ലാതെ പുസ്തകം വരുന്നതിൻ്റെ ഒരുപാട് ദോഷങ്ങൾ, ഒരർത്ഥത്തിൽ എഴുത്തുകാരൻ വാങ്ങുന്ന അതിൻ്റെ സഹൃദയനം അടക്കം വഞ്ചിക്കുന്ന ഒരു കാര്യം, അത് പ്രസാധകനായാലും. അപ്പം അതുകൊണ്ട് എഴുത്തിന് ഒരു എന്താ പറയുക, ഓരോ പുസ്തകത്തിന് പിന്നിലും ഒരു നല്ല എഡിറ്റർ ഉണ്ടായിരിക്കണം. എല്ലാ എഴുത്തുകാർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സർഗാത്മക സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള ഭാഷ പരിചയമുള്ള അത്തരം മേഖലകളിലുള്ള ആളുകൾക്ക് അപ്പുറത്ത് ഇപ്പോൾ ശാസ്ത്ര സാഹിത്യം കൈകാര്യം ചെയ്യുന്നവർ, മറ്റ് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അത്തരം വൈജ്ഞാനിക സാഹിത്യമൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടൊരു എഡിറ്ററുടെ ഒരു സാന്നിധ്യം ആവശ്യമാണ്. അത് അവർക്ക് ആശയങ്ങളുണ്ട്, അവർക്ക് ആ ബന്ധപ്പെട്ട വിഷയമേഖലയിൽ വിജ്ഞാനമുണ്ട്. ആ വിജ്ഞാനം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അതൊരു എഡിറ്ററിലൂടെ അത് കൂടുതൽ ആളുകൾക്ക് ഓരോ എന്താ പറയുക വളരെ സാങ്കേതികമായ പദങ്ങൾ പരമാവധി കുറച്ച്, അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ വളരെ ലളിതമായി നിർവചിച്ചുകൊണ്ട് അത്തരത്തിൽ പുസ്തകങ്ങൾ നിർമ്മിക്കുന്ന, ഞാൻ ആദ്യം ഈ ചർച്ചയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഇത്തരത്തിലുള്ള സമാന്തരമായ കാര്യങ്ങളായിരിക്കുന്ന ഡിജിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക്കേഷൻ്റെ ഒരു പുതിയ എക്സ്റ്റൻഷനെ കുറിച്ചായിരിക്കില്ലേ ചർച്ച എന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്തരത്തിൽ അവിടെയാണ് സർക്കാരിൻ്റെ പബ്ലിക്കേഷൻസിനൊക്കെ ഒരു റോള് എന്ന് പറയുന്നത്. സർക്കാർ സമകാലിക സമൂഹത്തെ ഈ ആധുനിക വിജ്ഞാനത്തോടൊപ്പം നടത്താനുള്ള ഒരു മെഷീനറി ആയിട്ട്, ഒരു മിഷനായിട്ട് സർക്കാരിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പുതിയതായിട്ടുണ്ടാവുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, വൈജ്ഞാനിക രംഗത്തെ എന്താ പറയുക ഇത്തരത്തിലുള്ള പദങ്ങളെ, ആ പദങ്ങളെയൊക്കെ തന്നെ സാധാരണ എങ്ങനെയാണ് നമ്മുടെ മലയാളത്തിലേക്ക് സ്വാംശീകരിക്കേണ്ടത്, അങ്ങനെ സ്വാംശീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് അല്ലെങ്കിൽ ഒരു മിഷനായിട്ട് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയണം. അതായിരിക്കണം സർക്കാരിന്. കാരണം നമ്മുടെ ഒട്ടേറെ എന്താ പറയുക ഈ നമ്മുടെ സമൂഹത്തെ ഒരുപാട്, നമ്മളിപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഫാസിസത്തിന്റെ പിടിയിലാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിലെ തിറണി ഓഫ് ദ പാസ്റ്റിനെ, ഈ ഭൂതകാല മർദ്ദനത്തെ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാം. ഈ 2000-1000 കൊല്ലം മുമ്പ് ഉള്ള ഈ പഴകിയ ആചാരങ്ങളെയും അതിൻ്റെ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ അടങ്ങുന്ന മിത്തുകളെയൊക്കെ തന്നെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറ്റി ആധുനിക സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിജ്ഞാനത്തിന്റെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള പദാവലികൾക്കും വിജ്ഞാനത്തിനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ പബ്ലിക്കേഷൻ ചെയ്യേണ്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ വിജ്ഞാനത്തെ പരമാവധി മാതൃഭാഷയിലാക്കി കൊടുക്കാനുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദൗത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ വൻകിട പ്രസാധകർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചതി എന്ന് പറയുന്നത്, അതും ഇതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുന്നത്, പല ആളുകളുടെ റൈറ്റ് വാങ്ങി വെക്കും. OV വിജയന്റെയും BKന്റെ ഒക്കെ റൈറ്റ് വാങ്ങി വെക്കും, അത് തീരെടുക്കും പരമാവധി. പക്ഷെ പിന്നീട് അവരൊട്ടത് പ്രസിദ്ധീകരിക്കില്ല. അവര് സിനിമാ സ്റ്റാറുകളുടെ എന്താ പറയാ കീഴ്വായുവിന്റെ അടിസ്ഥാനത്തിലുള്ള പുസ്തകങ്ങൾ, അവർ അത്തരത്തിലുള്ള മാറ്ററൊക്കെ പ്രധാനപ്പെട്ട മലയാളത്തിലെ പ്രസാധകർ 1-2 പ്രസാധകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരൊരു പാഠപുസ്തകത്തിൽ, ഒരു സിലബസിൽ ഒരു കവിത ഉൾപ്പെടുത്തി, ഇന്നയാളുടെ OV വിജയന്റെ ഒരു കഥ വന്നു, അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കോപ്പിറൈറ്റ് കൊടുക്കില്ല.
ഈ പാഠപുസ്തക നിർമ്മാണം സാധാരണ മറ്റ് ഒരു പ്രസാധകർക്കും ചെറുകിട പ്രസാധകർക്കും നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ, സർക്കാർ പ്രസാധകർക്ക് പോലും നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ കോപ്പിറൈറ്റ് വാങ്ങി വെച്ചിട്ട് അങ്ങനെ വൈജ്ഞാനിക മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ എന്താ പറയുക പ്രസാധനം തീർത്തും ഒരു എന്താ പറയുക കഴുത്തറപ്പൻ ബിസിനസ്സായി കാണുന്ന ഒരു രീതിയുടെ ഭാഗമായിട്ട് മലയാളത്തിൽ ഇപ്പൊ KP അപ്പന്റെ പുസ്തകങ്ങൾ വരുമോ, നരേന്ദ്രപ്രസാദിന്റെ പുസ്തകം വരുമോ, പുസ്തകം അതാത് പുസ്തകങ്ങളുടെ കോപ്പിയായിട്ട് വരില്ല, കൂട്ടായിട്ടും വരില്ല. ഇത്തരത്തിലുള്ള എന്താ പറയുക വൻകിട പ്രസാധകരുടെ ഒരു ചതിയൊക്കെ എല്ലാം തല്ലിക്കൊല്ലിട്ടാരും അങ്ങനെയൊക്കെ ഇപ്പൊ ഈ പ്രസാധന രംഗത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിന്റെ ഞാൻ വളരെ അപകടകരമായ ചില കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ സർക്കാർ പുസ്തക പ്രസാധക മേഖലയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് ഗ്രന്ഥശാല സംഘത്തിന് ഏറ്റവും കുറഞ്ഞ കമ്മീഷൻ 33% കിട്ടണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞൊരു സാധാരണ പുസ്തക പ്രസാധകന്റെ സ്ഥിതി എന്താ? സർക്കാർ തന്നെ ആ വ്യവസായത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ആദ്യം പറയുന്നത്. 33% എല്ലാ പുസ്തകത്തിനും കമ്മീഷൻ കുറഞ്ഞത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിട പ്രസാധകർക്ക് പല അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റും. അതുപോലെ സാധാരണ പ്രസാധകർക്ക് കഴിയും. അതുകൊണ്ട് ഗ്രന്ഥശാല സംഘം പ്രസാധകർക്ക് ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഗ്രന്ഥശാല സംഘമാണ്. 9,000 ലൈബ്രറികളുണ്ട്. ആ നിലയ്ക്ക് ഗ്രന്ഥശാല സംഘം ചെറുകിട പ്രസാധകർക്ക് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തടസ്സവാദം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മറ്റ് ചരക്കുകൾക്കൊക്കെ മാർക്കറ്റിൽ ഓരോ ദിവസവും നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റും, പുസ്തകത്തിന് അത് പറ്റില്ല. അതാണ് മറ്റൊരു ചതി. പുസ്തകത്തിന് അച്ചടിക്കുന്ന കാലത്ത് വിലയെ പറ്റുള്ളൂ. 2 മാസം കഴിഞ്ഞ് പേപ്പറിന് വില കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ ബൈൻഡിങ് ചാർജ് കൂടി, എല്ലാ തരം ചാർജും കൂടി പേപ്പർ കിട്ടാനില്ല മാർക്കറ്റിൽ. ഡിജിറ്റൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ട് മാർക്കറ്റിൽ പേപ്പറിന്റെ വരുത്തുന്നൊരു അവസ്ഥ ഇല്ലാത്തൊരു രീതിയിൽ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് പേപ്പറിന് നിരന്തരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളൊരു രംഗത്ത് ഇങ്ങനെ ഒരു ഉയർന്ന കമ്മീഷൻ എന്നുള്ള രീതിയിൽ സർക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്, അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ട് സർക്കാർ പദ്ധതികൾ പലപ്പോഴും ലിസ്റ്റ് വരുമ്പോൾ കുറെ പുസ്തകങ്ങൾ ഉണ്ടാവും, ക്ലാസിക്കൽ പുസ്തകങ്ങളൊക്കെ, രാമായണം മഹാഭാരതം അത് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ ഈ ബൾക്കായിട്ട് വിൽക്കുമ്പോൾ സാധാരണ പ്രസാധകരൊന്നും കിട്ടില്ല. സർക്കാർ ഏജൻസികൾ പലപ്പോഴും ഈ വൻകിട പ്രസാധകരാണ് പലപ്പോഴും സർക്കാരിന്റെ ചില പുസ്തക വിതരണ പദ്ധതികളൊക്കെ ഏൽപ്പിച്ച് കണ്ടിട്ടുള്ളത്. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിചാരിക്കരുത്. KC ജോസഫ് മന്ത്രിയായിരിക്കുമ്പോൾ ബുക്ക് മാർക്കിനൊക്കെ സർക്കാരിന്റെ ഏജൻസി ഉണ്ട്. അവരൊക്കെയാണ് SSKയിൽ പുസ്തകം വിൽക്കാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് പകരം DC നെ ഏൽപ്പിക്കും. സർക്കാരിന്റെ 14 ലക്ഷം രൂപ ഗ്രാന്റ് ഓരോ ജില്ലയിലേക്ക് DC കൊടുക്കും. ഇതാണ് കഴിഞ്ഞ KC ജോസഫ് മന്ത്രിയായിരിക്കുന്നത്. ഞാൻ സാഹിത്യ അക്കാദമിയിലുള്ളതുകൊണ്ട് പറയാം. സാഹിത്യ അക്കാദമിക്ക് ആദ്യമായിട്ട് ഒരു പുസ്തകോത്സവത്തിന് ഗ്രാന്റ് കിട്ടുന്നത് ഇപ്പോഴാണ്. സാഹിത്യോത്സവത്തിന് ഗ്രാന്റ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. മറ്റ് ഒരു കാലത്തും സാഹിത്യ അക്കാദമി എത്ര കാലം നടത്തിയിട്ട് കിട്ടിയിട്ടില്ല. അതാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. പിന്നത്തെ എനിക്കൊരു സംഗതിയായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ സഹായങ്ങൾ, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് SST ഡിപ്പാർട്ട്മെന്റിന്റെ ആവട്ടെ, വനം വകുപ്പിന്റെ ആവട്ടെ, ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ആവട്ടെ, ഈ പല ഡിപ്പാർട്ട്മെന്റുകളിലും കൂടെ കിട്ടുന്ന ധനസഹായങ്ങൾ പലതും വൻകിട പ്രസാധകരുടെ കയ്യിൽ എത്തിച്ചേരാം. അവരാ പുസ്തകം പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് അവർക്ക് തന്നെ കൊടുക്കാം. ഒരു ജില്ലാ പഞ്ചായത്ത് അടക്കം ഒരിക്കൽ മാറ്റർ തയ്യാറായി സാഹിത്യ അക്കാദമിയെ പോലുള്ളവർ പറഞ്ഞപ്പോഴും ഈ വൻകിട പ്രസാധകർക്കാണ് അത് കിട്ടിയത്, സാഹിത്യ അക്കാദമിക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വൻകിട പ്രസാധകര് വളരെ ജനവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഈ രംഗത്തുണ്ട്. ചെറുകിട പ്രസാധകര് പുസ്തകങ്ങൾ പലപ്പോഴും പല ആളുകളുടെയും പുസ്തകങ്ങൾ അങ്ങനെ അച്ചടിച്ചു കൊടുക്കുന്നു. ചില ആളുകൾ കളിയാക്കും, പൈസ മേടിച്ച് അടിക്കുന്നുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ പൈസ മേടിച്ച് ചെറുകിട പ്രസാധകർ ആ ദൗത്യം നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ വൈജ്ഞാനിക സാഹിത്യവും പല എഴുത്തുകാരും അവർക്ക് മാർക്കറ്റിൽ ലേബലില്ല എന്ന് വെച്ചിട്ട് അവരുടെ പുസ്തകങ്ങളൊക്കെ തഴയുമ്പോൾ പലപ്പോഴും സഹായകമാവുന്ന ഇത്തരത്തിലുള്ള ചെറുകിട പ്രസാധകരാണ്. അതിനൊരു തെറ്റായ ദൗത്യമായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നില്ല. കാരണം വിപണിയിൽ വിളങ്ങാത്ത പുസ്തകങ്ങളൊന്നും മുഖ്യധാര പ്രസാധകർക്ക് വേണ്ട. അല്ലെങ്കിൽ അവരൊരു തറവില നിശ്ചയിക്കുക എഴുത്തുകാരന്. പല എഴുത്തുകാരും പിൽക്കാലത്താണ്
ആടുജീവിതം തന്നെ വന്നിട്ട് എത്ര കാലം അവിടെ കെട്ടിക്കിടന്നു അറിയാം അതിന്റെ സ്ക്രിപ്റ്റ്. പിന്നീടാണ് ആടുജീവിതമൊക്കെ വലിയതാണെന്ന് പ്രസാദകർ കൊണ്ടാടുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പ്രസാധന രംഗത്ത് ഉള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ സർക്കാർ പ്രസിദ്ധീകരണങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം, സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് പൊതുവെ പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത പുസ്തകങ്ങൾ വരാറുണ്ട്. പലപ്പോഴും കക്ഷിരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് സ്വീകരിച്ച പുസ്തകം മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ അതിന്റെ പണി പകുതിയായി കഴിയുമ്പോൾ തള്ളിക്കളയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പുസ്തകങ്ങൾ, സർക്കാരിന്റെ പരിമിതമായ പ്രസിദ്ധീകരണങ്ങൾ ആ സ്ഥാപനങ്ങൾ കുറെ കൂടി വികസിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈജ്ഞാനിക സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിവരങ്ങൾ അതത് സമയത്ത് സമകാലിക സമൂഹത്തിന് കൊടുക്കാവുന്ന രീതിയിലുള്ള പാക്കേജുകൾ ഉണ്ടാവണം. പുതിയ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് സാധാരണ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാവുന്ന പോലെയുള്ള പാക്കേജുകൾ ഉണ്ടാവണം. വിപണിയിൽ യാതൊരു തരത്തിലും വളരെയധികം കാലം ഗവേഷണം നടത്തിയ ജീവിതത്തിന്റെ എന്താ പറയാ യാതൊരു അംഗീകാരം, ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരു എഴുത്തുകാർക്ക്, അത്തരം മേഖലകളിൽ വിഷയവിജ്ഞാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വിപണിയിൽ വിറ്റുപോയില്ലെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെയാണ് സർക്കാർ ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ സർക്കാർ പബ്ലിക്കേഷൻസ് എന്ന് പറയാം വളരെ വില കുറഞ്ഞ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരുപാട് എന്താ പറയാ സർക്കാരിന്റെ മാത്രമല്ല അവിടുത്തെ ജീവനക്കാരെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട്. പ്രസാധന രംഗത്ത് എനിക്ക് വളരെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാഹിത്യ അക്കാദമി ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും സാഹിത്യ അക്കാദമിയിലെ ആളുകൾക്ക് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയാകുമ്പോൾ അതിനെ പറ്റി ചില ആളുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ മലയാളത്തിലെ ഒരു വലിയ വീക്കിലി ഒരുക്കിയ ഇയാൾക്ക് 6-7 ബിനാമി പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ ഉണ്ടെന്നുണ്ട് വലിയ കവർ സ്റ്റോറി ഇറക്കുണ്ടായി. എൻ്റെ ഭാര്യ അതിൻ്റെ മാനേജിങ് MD ഒക്കെ എന്ന് പറഞ്ഞിട്ട് കോടികളുടെ ആസ്തിയുള്ള ഒരാളൊക്കെയായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. ഞാനെന്താ അവിടെ ഇരുന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ പ്രസാധകരെ, ഈ ചെറുകിട പ്രസാധകരെ അല്ലെങ്കിൽ അവരുടെ പുസ്തകം സമയത്തിന് ഇറങ്ങാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സർക്കാർ പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പറഞ്ഞത് വലിയ കോടാലിയ. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് സാഹിത്യ അക്കാദമി സാഹിത്യ ചരിത്രം ഇറക്കി UDFന്റെ കാലത്ത്. ഞാൻ അതിൽ ഒരു നിലയ്ക്കും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ 1-ാം പിണറായി ഗവൺമെന്റിന് തോന്നാത്തത് 2-ാം പിണറായി ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പ് അതിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യത എന്റെ തലയിൽ ചുമത്തിക്കൊണ്ട് ഇതായിച്ചു. അതുകൊണ്ട് സർക്കാർ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പരിമിതിയുണ്ട്. ഞാൻ പറഞ്ഞ സമയധിയായി പോയി തോന്നുന്നു. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഊന്നി പറയുന്ന ഒരു കാര്യം, നമുക്ക് പ്രസാധനം ആർക്ക് പ്രസാധനം നിർവഹിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു എഡിറ്ററുടെ എന്താ പറയാ കണ്ണിലൂടെ പുസ്തകം കടന്നു പോവുകയും നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം പരമാവധി വായനക്കാർക്ക് കൊടുക്കുമ്പോൾ, ഉപഭോക്താക്കൾ എന്നുള്ള എനിക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അത് കുറെ കൂടി അവർ വാങ്ങുന്ന തുകയ്ക്കുള്ള ഒരു മൂല്യം കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ചിന്ത ചെറുകിട പ്രസാധകർക്ക് ഉണ്ടാകണം. അതാണ് ചെറുകിട പ്രസാധകർ ഉറപ്പുവരുത്തേണ്ടത്. ചെറുകിട പ്രസാധകർ ഇപ്പൊ ചെയ്യുന്ന സേവനം വളരെ വലിയ സേവനമായിട്ടാണ് ഞാൻ കാണുന്നത്. പൈസ വാങ്ങിക്കൊണ്ടായാലും ചെറിയ തുകകൾ വാങ്ങിക്കൊണ്ടാണ് അവർക്ക് അവരുടെ അധ്വാനിക്കുന്ന കൂലിയൊന്നും കിട്ടാറില്ല. പക്ഷെ എങ്കിലും അവർ ആ രംഗത്ത് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളതിലേക്ക് ഇടപെടുമ്പോൾ അതൊരു വലിയ വൈജ്ഞാനിക വ്യാപനത്തിന്റെ, ഒരു ജനാധിപത്യവൽക്കരണത്തിന്റെ ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസാധനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനോട് കുറെ കൂടി ഒരു അനുകൂലമായ മനോഭാവമാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന്, ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പറഞ്ഞ വാചകങ്ങൾ പലരും ശ്രദ്ധയിൽ വെച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മുൻകിട പബ്ലിഷർ ഈ അടുത്ത കാലത്ത് നമ്മളേറെ വായിക്കപ്പെട്ടിട്ടുള്ള അതിപ്രശസ്തനായ ഒരു നോവലിസ്റ്റിന്റെ നാളിതുവരെ അവരിറക്കിയിട്ടുള്ള ഓരോ പതിപ്പുകളുടെയും കവർ പേജുകളെല്ലാം കൂടി തുന്നിക്കേട്ടിയ ഒരു പുസ്തകം ഇറക്കി. ആക്ച്വലി ആ പുസ്തകം 150 രൂപയ്ക്ക് വായനക്കാരന് ലഭ്യമായ പുസ്തകത്തിന് ഏതാണ്ട് 800 രൂപയോളം വിലയിട്ടുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറക്കുന്നത്. കവർ പേജ് വായിച്ച് അങ്ങനെ ഒരു പുസ്തകത്തെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നാളിതുവരെ ഇറങ്ങിയിട്ടുള്ള ഓരോ ലക്കത്തിൻ്റെ കവർ പേജുകളെല്ലാം എടുത്ത് തുന്നിക്കെട്ടി അതിൻ്റെ ഒപ്പം ഈ പുസ്തകം വെച്ചിട്ട് അതിൽ കൃത്യമായ കച്ചവടമാണ് നടക്കുന്നത്. ആ കച്ചവടത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അത് ചൂഷണമാണ്. വായനക്കാരൻ്റെ ദൗർബല്യം കൃത്യമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ സമാന്തര
പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ എന്നാലേ ചെറുകിട പ്രസാധകരുടെയൊക്കെ ഒരു കടമയും പ്രസക്തിയും കടന്നു വന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ചർച്ചയിലൂടെ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ശ്രീമതി തേജസ്വിനിയാണ്. സ്വാഗതം. നമസ്കാരം. ഞാൻ ഇങ്ങനൊരു വേദിയിൽ ആദ്യമായിട്ട് വന്ന് നിന്ന് സംസാരിക്കുകയാണ്. ലോഗോസ് ബുക്സിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡും ഒരു എഴുത്തുകാരനുമായ അജിത്താണ് അതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹമാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6 മാസക്കാലമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഞാനാണ് എന്ന നിലയ്ക്കാണ് ഇപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല. ഡേവിഡ് സാറ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ സമാന്തര പ്രസാധകർ അല്ലെങ്കിൽ ചെറുകിട പ്രസാധകരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു പുസ്തകം ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വായിക്കപ്പെടണം. എഴുത്തുകാരനെ സംബന്ധിച്ച് അത് വായിക്കപ്പെടുക എന്നുള്ളതാണ്. പ്രസാധകനെ സംബന്ധിച്ച് അത് വിൽക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് വിൽപ്പനയുണ്ട്. പക്ഷെ ഇപ്പോ നമ്മൾ ഈ ചർച്ച ഞാൻ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ പുസ്തകത്തിന്റെ കവറിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോ പുസ്തകോത്സവങ്ങളിൽ പോയാലും അതല്ല ഇപ്പൊ നമ്മളുടെ ഷോപ്പിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിലും പുസ്തകത്തിന്റെ കവറിന് അവർ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിന്റെ ആകർഷകത്വത്തെ വല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ഒരു ഇടയായിട്ട് പുസ്തകത്തിന്റെ ആകർഷണത്തിനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു സംശയം, അതിൻ്റെ ഉള്ളിലെ കണ്ടന്റിനെക്കാട്ടിലും ആളുകൾക്ക് താല്പര്യം പുസ്തകത്തിന്റെ കവറ്, അതിന്റെ പ്രൊഡക്ഷൻ, പേപ്പറിന്റെ ക്വാളിറ്റി, അതിനൊക്കെയാണ്. അപ്പൊ തോന്നുകയാണ്, നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് പുസ്തകം ഒരു കാഴ്ച വസ്തുവായിട്ട് മാറുകയാണോ, അലങ്കാര വസ്തുവായിട്ട് മാറുകയാണോ? നമ്മുടെ വീടുകളിലെ ലൈബ്രറി അലങ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ലൈബ്രറി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് ഈ പുസ്തകം മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ കുറച്ചു കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പ്രസാധകന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രസാധകര് വേണ്ടി വരുമോ എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങള് കുട്ടികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ചെയ്യാറുണ്ട്. അതായത് സ്കൂളുകളിലെ പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കും. അതായത് നമുക്ക് ഇനി ഭാവി തലമുറയാണ് ഇനി നമ്മുടെ വായനക്കാരായിട്ട് വരേണ്ടത്. അവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവണം. പക്ഷെ കുറച്ച് ഒരു 2-3 വർഷം മുമ്പ് വരെ നമുക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടിയിരുന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു സമീപനം അല്ല ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും അതിനൊന്നുള്ള താല്പര്യമില്ല, സമയമില്ല. അധ്യാപകർക്കാണെങ്കിലും കുട്ടികളെ വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ഒരു കാര്യം നമുക്ക് സർക്കാർ തലത്തിലാണെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞു സർക്കാർ തലത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളത്. എൻ്റെ ഒരു ചിന്തയിൽ വന്ന കാര്യം എന്ന് പറയുന്നത്, സർക്കാർ തലത്തിലെ ഈ കുട്ടികളെ വായനാലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട് കുട്ടികളുടെ ഇടയില്. എന്നാൽ മാത്രമാണ് കുറച്ചൊരു 2-3 അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനപ്പുറം പുസ്തകങ്ങൾ വായിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ വായനയുടെ പ്രാധാന്യം വല്ലാതെ മനസ്സിലാവേണ്ടതുണ്ട്. ഇപ്പൊ ഒരു അടുത്ത കാലത്തായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വായനയുടെ ഒരു തലം മാറിയിട്ടുണ്ട്, വായനയുടെ ഒരു രീതി മാറിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ജനറൽ റീഡിങ്ങിന് പറ്റിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതായത് മോട്ടിവേഷണൽ ബുക്സ്, മോട്ടിവേഷണൽ സ്റ്റോറീസ്, അതുപോലെ ജീവചരിത്രങ്ങള്, ആത്മകഥകള്, അതേപോലെ ജനറൽ ആയിട്ട് മറ്റുള്ള ഈ പോസിറ്റീവ് ചിന്തകൾ തരുന്ന പുസ്തകങ്ങള്, അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പൊ വായന മാറിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യത്തിന് അവിടെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് സംശയമാണ്. ഒരു നോവൽ വന്നു കഴിഞ്ഞാൽ അതിനോടൊക്കെ ഉള്ള സമീപനം മാറി പുതിയ ഈ യുവാക്കള്, അതായത് യുവതലമുറ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ തരത്തിലുള്ള ഈ ജനറൽ റീഡിങ്ങിനാണ്. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുസ്തകം
ഇറക്കി കഴിഞ്ഞാൽ പ്രസാധകരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഡേവിഡ് സാർ പറഞ്ഞു. ഇനി ഞാൻ അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആ തരം പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഏതൊരു ചെറുകിട പ്രസാധകരായാലും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്കിവിടെ പ്രധാനമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ പുസ്തകം വായിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ള ഒരു തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലും പുസ്തകങ്ങൾ വായിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഒരു UP തലത്തിലുള്ള കുട്ടികൾ കഴിഞ്ഞാൽ UP തലത്തിലുള്ള കുട്ടികളുടെ വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പുസ്തകങ്ങൾ, ഈ ഈസോപ്പ് കഥകൾ, അങ്ങനെയുള്ള ചെറിയ കുട്ടിക്കാലത്ത് വായിക്കുന്ന കഥകൾ. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഹൈസ്കൂളിലേക്കോ +2 തലത്തിലേക്കോ അത് കഴിഞ്ഞ് കോളേജ് തലത്തിലേക്കോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായന പൂർണ്ണമായിട്ടും നിലച്ചൊരവസ്ഥയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എഴുത്തുകാരനായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നെ അവർ വായനയിലേക്ക് ചെറുതായിട്ടെങ്കിലും കടന്നു വരുന്നത്. ആ ഒരു അവസ്ഥ മാറണം. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും. ഇവിടെ വന്നിരിക്കുന്ന ചെറുകിട പ്രസാധകർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽപ്പന വേണമെന്നുണ്ടെങ്കിൽ വായിക്കപ്പെടണം. ഈ ഒരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. നന്ദി. തേജസ്വിനി, വായന വളരേണ്ടതുണ്ട്. അത് ആരാണ് അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ടതെന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. അത് തന്നെയായിരിക്കാം ഈ സംവിധാനങ്ങളുടെയൊക്കെ മുന്നിലുള്ള ചോദ്യമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. നമ്മൾ തന്നെ വിചാരിക്കുക എന്നുള്ളതാണ് വായിക്കാൻ ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ്. അതിന് ഏതെങ്കിലും സംവിധാനങ്ങളുടെ പിന്തുണ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളായിരിക്കാം, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരിക്കാം. അവരവർ തന്നെ ശ്രമിക്കണം. നമ്മളൊരു പുസ്തകം കണ്ട് ആഗ്രഹിച്ച് വാങ്ങി അത് വായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ വായനാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി, റീഡിങ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന്, വായന രീതികളെ കുറിച്ച് തേജസ്വിനി സൂചിപ്പിക്കുകയുണ്ടായി. ശരി തന്നെയാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് തലമുറകൾക്ക് വായന രീതികളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളെയും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ മലയാളത്തിൽ കണ്ടുവരുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് മമത കൂടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ കാലത്തും സ്വീകരിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന നോവലും കഥകളും കവിതകളും ഒക്കെ തന്നെയാണ്. മറ്റു വിഭാഗങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഭാഗത്തെ മാത്രമാണ്, അല്ലെ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച്, എക്സസൈസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തെക്കുറിച്ച്, ഇത് മാത്രമല്ല, അതും കൂടി സ്വീകരിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിന് മാത്രം വലിയ പ്രാധാന്യമുള്ളതായിട്ടല്ല. പക്ഷെ എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള വായനയും മലയാളിയുടെ വായനാ മനസ്സ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഇനി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ E.K. നരേന്ദ്രൻ മാഷാണ്. മാഷെ ക്ഷണിക്കുകയാണ്. പുസ്തകത്തെ സ്നേഹിക്കുന്ന ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഇത്ര വലിയൊരു അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്ന അവസരത്തിൽ പുസ്തക പ്രസാധനത്തെക്കുറിച്ച് ഒരു സംവാദം, പുസ്തക പ്രസാധകരെയും ഓർക്കുവാനുള്ള ഒരു സന്മനസ്സും സൗമനസ്യവും കാണിച്ച സാഹിത്യ അക്കാദമിക്ക് ഞാൻ ആദ്യമായി എൻ്റെ അഭിനന്ദനവും സന്തോഷവും അറിയിക്കട്ടെ. ഈ സംവാദത്തിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ ആദ്യം ഞാൻ പ്രസാധനത്തിൻ്റെ സമാന്തര രേഖകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സുഹൃത്തുക്കളോടും ബാക്കി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ആർക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ പറ്റിയില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സമാന്തര ലോകം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ടൈറ്റിൽ തരുമായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ മുൻപ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പലരും സംസാരിച്ചത് പ്രസാധനത്തിൻ്റെയും ചെറുകിട പ്രസാധകരുടെയും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന അനീതികളെക്കുറിച്ചും എഴുത്തുകാർക്കും പ്രസാധകർക്കും വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെയാണ്. അതാണ് നമ്മൾ സമാന്തര ലോകം എന്ന് പറയുന്നത്. ഇന്ന് പ്രസാധന രംഗത്ത് സമാന്തര ലോകം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡ്. പ്രസാധനം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പേപ്പർ ബുക്സ് എന്നാണ് ഞാനൊരു നിഗമനത്തിലേക്ക് പോകുന്നത്. ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു പ്രസാധനത്തിൻ്റെ ഒരു ഡിസ്റപ്ഷനാണ്. നമ്മളുടെ നോർമൽ
ബുക്ക് പ്രൊഡക്ഷൻ്റെ ഒരു ഡിസ്റപ്ഷൻ എന്ന് വെച്ചാൽ പല സംവാദങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇതിലാദ്യമായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് POD അല്ലെങ്കിൽ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് വലിയ വലിയ പ്രസാധകർക്കോ പ്രിൻ്റ് മീഡിയയ്ക്കോ നമുക്ക് പുസ്തകങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു പുസ്തകമേ വേണ്ടൂ എന്ന് പറഞ്ഞാൽ അവർ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ അതിൻ്റെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. അത് വായനക്കാർക്ക് വളരെ സൗകര്യമാണ്. എപ്പോൾ വേണമെന്ന് വെച്ചാൽ ഏത് ബുക്ക് വേണമെന്ന് വെച്ചാലും ലഭിക്കും. പിന്നീടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ കിൻഡിലാണ്. ഈ കിൻഡിൽ എന്ന് പറയുന്നത് ആമസോൺ എന്ന് പറയുന്ന ഒരു വ്യാപാര ശൃംഖലയുടെ ഭാഗമാണ് ആമസോൺ കിൻഡിൽ. കിൻഡിലിൽ നമുക്ക് ഏത് ബുക്ക് വേണമെന്ന് വെച്ചാലും നമുക്ക് കിൻഡിലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുസ്തകത്തിന് പകരം നമ്മളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ ആ പുസ്തകം വളരെ സൗകര്യപ്രദമായി ഇരുന്ന് വായിക്കാം. അതിനുള്ള സംവിധാനങ്ങളെല്ലാം കിൻഡിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു മേഖല ഓഡിയോ ബുക്സ്. ഈ ഓഡിയോ ബുക്സിനും ഇപ്പോൾ വിവിധ മാർഗങ്ങളുണ്ട്. ഏത് ബുക്ക് വേണമെന്ന് വെച്ചാലും ഓഡിയോ മാർഗത്തിലൂടെയും നമുക്ക് ശ്രവിക്കാം, നമുക്ക് ആസ്വദിക്കാം. ഈ ഓഡിയോ ബുക്സ് തന്നെ പല രീതിയിൽ ഇറക്കുന്നവരുണ്ട്. നാടകം മാതിരി മെയിൽ വോയിസിൽ ഇപ്പോൾ സംസാരിക്കും, വേറൊരാൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയും, ഒരു ഫീമെയിൽ വരുമ്പോൾ ഫീമെയിൽ വോയിസ്, അങ്ങനെ പല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഈ മൂന്നിനെ കുറിച്ചും ഒരു പ്രസാധകൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരേ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നെണ്ണത്തിനും പ്രസാധകനോ ഗ്രന്ഥകർത്താവിനോ യാതൊരു വിധത്തിലുള്ള ഒരു കൺട്രോളും ഇല്ല. ഒരു പുസ്തകം നമ്മൾ കിൻഡിലിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ POD വ്യവസ്ഥയിൽ വിൽക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ ബുക്കിന് കൊടുക്കുന്നു. എത്ര പുസ്തകം അതിൽ വിട്ടുപോയിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം ഗ്രന്ഥകർത്താവിന് ലഭിക്കണം. ആ പുസ്തകം പബ്ലിഷ് ചെയ്യുകയോ അല്ലാന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഹോൾഡർക്ക് ലഭിക്കണം. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുമില്ല. ഇങ്ങനെയാണ് ഈ ഒരു മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ടെക്നിക്കൽ ഡെവലപ്മെന്റ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം വായനക്കാരുടെയും എഴുത്തുകാരുടെയും അഭിരുചികളിൽ വരുന്ന മാറ്റമാണ്. ഇപ്പോഴത്തെ വായനക്കാർ, നമ്മളുടെ ഒരു പഴയ തലമുറയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ പുതിയ വായനക്കാർ, അവരുടെ അഭിരുചികൾ വളരെയധികം വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. പണ്ടത്തെ മാതിരി ഏത് പുസ്തകമാണെന്ന് വെച്ചാലും പോയി ലൈബ്രറിയിലോ അല്ലാന്ന് വെച്ചാൽ പുസ്തക ഷോപ്പിലോ വായിക്കുന്ന സ്വഭാവമില്ല. അവർ കുറേ കൂടി ഓർഗനൈസ്ഡ് ആണ്. അവർക്ക് എന്താണ് വായിക്കേണ്ടത്, എന്താണ് എടുക്കേണ്ടത്, പിന്നെ അവർക്ക് ടെക് സേവിയാണ്, അവർക്ക് ടെക്നോളജി ധാരാളം അറിയാം. അവർ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്കുകളിലേക്കും പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പുസ്തകം എഴുതുന്ന പുതിയ പുതിയ എഴുത്തുകാർ, അവർക്കും ഇന്ന് കൺവെൻഷണൽ സെൻസിലുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ പുസ്തകം എഴുതുന്ന ഒരു പേനയും പേപ്പറും വെച്ച് പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ടെക്നോളജി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൂടുതൽ സംവേദിക്കാൻ, വായനക്കാരുമായി സംവേദിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്, ടെക്നോളജിക്കലി അവൈലബിൾ ആണ്. അതിനുള്ള ഒരു സംവിധാനം കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഷാർജ ബുക്ക് ഫെയറിന് പോയിട്ട് ഞങ്ങൾ ധാരാളം അന്താരാഷ്ട്ര പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് ഗ്രീൻ ബുക്സ്. എല്ലാ പ്രാവശ്യവും ഷാർജ, കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഷാർജ ബുക്ക് ഫെയറിൽ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ആവശ്യം അവിടെയുള്ള അന്താരാഷ്ട്ര പ്രസിദ്ധീകരണശാലകളിൽ നിന്ന് നല്ല നല്ല ബുക്കുകൾ, നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ ബുക്കുകളെല്ലാം നമ്മൾ അതിൻ്റെ പകർപ്പവകാശം ട്രാൻസ്ലേഷൻ റൈറ്റ്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യവും അതുപോലെ ഞങ്ങൾ സൗത്ത് കൊറിയൻ പബ്ലിഷിംഗ് കമ്പനിയുടെ 3-4 പബ്ലിഷേഴ്സുമായിട്ട് കാണുകയുണ്ടായി. അവിടെ ഞങ്ങളെ സർപ്രൈസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ബുക്കുകൾ ഭൂരിഭാഗവും
വിഷ്വൽ മീഡിയയിലുള്ള ബുക്കുകളാണ്. അതായത് ഈ ഇൻട്രാക്റ്റീവ് ബുക്സ് എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാധാരണ നിലയ്ക്കുള്ള ബുക്കുകളല്ല അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അവർ പറയുന്ന ഇന്നത്തെ അവരുടെ ആ ഒരു മാർക്കറ്റിൽ അവർ ചെയ്യുന്ന ബുക്കുകൾ ഭൂരിഭാഗവും ഇൻട്രാക്റ്റീവ് ബുക്സാണ്. ഇൻട്രാക്റ്റീവ് ബുക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ഇൻട്രാക്റ്റീവ് ബുക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആൽഫബറ്റ്സ് എല്ലാം ABCD പഠിക്കാനൊക്കെ ഉള്ള ബുക്കുകൾ കാണാം. ആ ബുക്കുകളൊക്കെയാണ് ഇന്ത്യയിൽ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 1+1 എന്ന് പറഞ്ഞാൽ 2 എന്ന് ഓഡിയോ ആയിട്ട് പറയും. അതാണ് ഇൻട്രാക്റ്റീവ് ബുക്സ്. പക്ഷെ അവരുടെ മേഖല അതൊക്കെ വിട്ടു. അവർക്ക് ആ ഒരു പുസ്തകത്തിൽ തന്നെ നമ്മൾ ഒരു ടോപ്പിക്കിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊന്തിവരും. നമ്മളിപ്പോൾ സ്ക്രീനിൽ നമ്മൾ തൊടുമ്പോൾ കാണുന്ന മാതിരി ബുക്കില് ഇപ്പൊ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പല ബുക്കുകളിലും പല വിദേശ പേരുകൾ നമ്മളുടെ ബുക്കുകളിലുണ്ടാവും. പലർക്കും അതിനെക്കുറിച്ചിട്ട് ഒരു പ്രാവശ്യം വായിച്ചു പോകുമ്പോൾ ഒരു പേര് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെയും അവർ വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് ഇന്ന പേര് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള പേര് ആരാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി നോക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഈ ഇന്ററാക്റ്റീവ് ബുക്സിൽ ആ പേര് മുൻ തൊട്ടു എന്ന് വെച്ചാൽ ആ പേര് അതാരാണ്, അയാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ വരികയാണ്. അപ്പൊ ബിക്കംസ് വെരി ഈസി ഫോർ ദ റീഡർ. ആ ഒരു ഡെവലപ്മെന്റ് ഇന്ത്യയിൽ വളരെ കുറവേ വന്നിട്ടുള്ളൂ. പക്ഷെ അന്താരാഷ്ട്ര മാർക്കറ്റുകളിലും കൂടുതൽ പുരോഗമിച്ചിട്ടുള്ള വായനക്കാരുള്ള മേഖലകളിലും ഇത് വളരെ കൂടുതലാണ്. അവിടെ അവർക്ക് വായനക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഫെയർ ഉണ്ടല്ലോ, അതിന് ഭയങ്കര എൻറിച്ച്ഡ് ആണ് ആ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ ഇവിടെ അത് അത്രയ്ക്ക് വന്നിട്ടില്ല, അത് വരേണ്ടതുണ്ട് ആ ഒരു മേഖലയിൽ. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ തന്നെ ഈ മാതിരി സാധാരണ നിലയിലുള്ള ഒരു പബ്ലിക്കേഷനിൽ നിന്ന് വിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇന്നോവേഷൻ നടത്തിയത് അടുത്ത കാലത്ത് ബെന്യാമിൻ തരകൻസ് ഗ്രന്ഥാവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പുതിയ നൂതനമായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ശൈലി ആസൂത്രണം ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. അതിലെ എല്ലാ ഒരു 100-120 കഥകളുണ്ട്. ആ എല്ലാ ചാപ്റ്ററുകളും കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ള പല പല പോർഷൻസ് ആക്കി ഭാഗിച്ചിട്ട് ഒരു ബോക്സ് ആക്കി കൊടുത്ത് വായനക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഏത് ഭാഗം വേണമെങ്കിലും എടുത്ത് വായിക്കാം. എന്നാലും അവർക്ക് അതിനോടുള്ള ആ പുസ്തകം ആസ്വദിക്കാൻ കഴിയും. പക്ഷെ അതിൻ്റെ ആദ്യത്തെ ഒരു വിൽപ്പന അത് പ്രീ പബ്ലിക്കേഷനിലാണ് വിറ്റത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ പുസ്തകം വന്നിട്ടുള്ളത് നോർമലായിട്ടുള്ള സാധാരണ രീതിയിലുള്ള പേപ്പർ ബാക്ക് ആയിട്ടാണ്. ആദ്യം വിറ്റത് 10,000-2,000 രൂപയ്ക്ക്, ഇപ്പോൾ വിൽക്കുന്നത് 300 രൂപയ്ക്ക്. അപ്പം നമ്മുടെ ഇവിടുത്തെ വായനക്കാരെ അത്രയ്ക്ക് ഡെവലപ്പ് ആവാണ്ടാണോ അത് ആ പുസ്തകത്തിൻ്റെ ആൾക്കാരോടുള്ള റീച്ച് പറഞ്ഞാണോ എനിക്കറിയില്ല. ഞാനൊരു ഡെവലപ്മെന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഈ ഓഡിയോ ബുക്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ബുക്ക് പബ്ലിഷിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ സോഷ്യൽ മീഡിയയിലുള്ള ബുക്കുകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ 1,00,000 നേരത്തെ അധ്യക്ഷനെ മറ്റേ പറഞ്ഞു നമുക്ക് ധാരാളം റീഡർഷിപ്പ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടെന്ന്. അത് ശരിയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലും അതുമാതിരിയുള്ള മേഖലകളിലും ഫേസ്ബുക്കിലും വരുന്ന കഥകൾ ഒരു വായനക്കാരന് വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് എന്താണ്? അയാൾ നേരെ കടയിൽ പോയിട്ട് ഈ പുസ്തകം വാങ്ങിച്ച് സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അങ്ങേരുടെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സജീവ് അടുത്താടൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊടകര പുരാണമൊക്കെ എഴുതിയിട്ടുള്ള ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് 2005-2006 കാലഘട്ടത്തിലാണ്. ആ ബ്ലോഗിലാണ് അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് ബ്ലോഗറായിട്ട് കുറേ നാൾ നടന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പുസ്തകത്തിന് അഭൂതപൂർവമായിട്ടുള്ള വിൽപ്പനയുണ്ട്. ആ പുസ്തകങ്ങൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ബുക്ക് ഈസ് നോട്ട് ഡൈയിങ്. പുസ്തകത്തിലേക്ക് ആൾക്കാർ തിരിച്ചു വരും, പുസ്തകത്തിന് വീണ്ടും നിലനിൽക്കും. ആ രീതിയിലേക്ക് നമ്മളുടെ ടെക്നോളജിയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലും അൾട്ടിമേറ്റായിട്ട് പുസ്തകത്തിലേക്ക് വരുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ പ്രിന്റഡ് ബുക്കിൻ്റെ മാർക്കറ്റിന്
ധാരാളം ഗ്രോത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ഈ സമാന്തര ലോകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിവിടെ ഇന്ത്യയിൽ കാണാതെ പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വിൽപ്പനയിലുള്ള അഭൂതപൂർവമായ വർധനയാണ്. നമ്മളെല്ലാം മലയാള പുസ്തകങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മലയാളം പുസ്തകത്തിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഇന്ത്യയിലെ വളർച്ച. അതിന് കാരണം ഇപ്പോൾ ഏറ്റവും 2023 നടത്ത മാർക്കറ്റ് സർവേ അനുസരിച്ച് അമേരിക്ക, UK, ഇംഗ്ലണ്ട് ഈ 2 രാജ്യങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പുസ്തക വിപണി ഇന്ത്യയാണ്. അപ്പോൾ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് 2027-28 ആകുമ്പോഴേക്കും ലോകത്തിലെ ഇംഗ്ലീഷ് പുസ്തക വിപണിയിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യ വരുമെന്നാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു വലിയ സമാന്തര ലോകം, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. നമ്മളിവിടെ കേരളത്തിൽ വന്ന് നമ്മൾ മലയാളം പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു, വായിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് ഇപ്പോഴും നമ്മൾ വീട്ടിൽ മലയാള പുസ്തകം കൊണ്ടുപോയി അവർ വായിക്കുന്നില്ല. കാരണം അവർക്ക് മലയാളം അറിയില്ല, മലയാളം പുസ്തകം വായിക്കില്ല. അവർക്ക് വേണം ജെനിക് ബ്ലൈറ്റനോ അതുമാതിരിയുള്ള പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കാൻ അവർ വായിക്കും. അവർക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി അവരുടെ സ്കൂളുകളിലോ മറ്റ് മേഖലകളിലോ ഉണ്ടാകുന്നില്ല. ആ ഒരു വസ്തുത നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡേവിസ് സാർ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട പല ആനുകൂല്യങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഏതൊക്കെ മേഖലയിൽ നമ്മളുടെ പ്രസാധകരെ സഹായിക്കാൻ പറ്റുമെന്നൊക്കെ. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നാഷണൽ ബുക്ക് പ്രൊമോഷൻ പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസി ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ കരട് രേഖ 1/1/2024 എല്ലാ മാധ്യമങ്ങളിലും അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതൊരു സമഗ്രമായിട്ടുള്ള ഒരു രേഖയാണ്, നാഷണൽ ബുക്ക് പ്രൊമോഷൻ പോളിസി. ഈ പോളിസി അനുസരിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സമഗ്രമായിട്ടുള്ള ഒരു പ്രൊമോഷന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ഒരു രേഖയാണിത്. ഇതിനോട് താല്പര്യമുള്ള എല്ലാവരും ഈ രേഖ വായിക്കണം, ഈ രേഖയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അവരെ അറിയിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രേഖ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മിക്കവാറും അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ഗവൺമെൻറ് പുതിയ ഒരു സമൂഹമായിട്ടുള്ള ഒരു പ്രൊമോഷൻ പോളിസി, അത് നാഷണൽ ബുക്ക് ട്രസ്റ്റാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള നടത്തിപ്പുകാർ. അവരാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. ഇത് 2010 മുതൽ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റാണ്. 2020 വരെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. 2021 വീണ്ടും ഒരു കമ്മിറ്റി അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2023 ഒരു ഹൈപ്പവർ കമ്മിറ്റി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ 2023 അവസാനത്തിൽ ഈ ഒരു പോളിസി വന്നിട്ടുള്ളത്. ഈ പോളിസിയിൽ അവർ പലവിധ കാര്യങ്ങളും കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ മലയാളം പുസ്തകങ്ങൾ പലവിധ വിദേശ ഭാഷകളിലേക്കും, എല്ലാ ഭാരതീയ പുസ്തകങ്ങളും പല വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യുക, പിന്നെ എങ്ങനെയാണ് പുസ്തകങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, പിന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ, സമഗ്ര ശിക്ഷാഭ്യായൻ, അവരെക്കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂവിൽ വരാനുള്ള ഒരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര പുസ്തക ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പലവിധത്തിലുള്ള ആൾക്കാരെ, പബ്ലിഷേഴ്സിനെ കാണുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നോർവീജിയ, സ്പാനിഷ്, സെർബിയ, കൊറിയ, സ്വീഡൻ, ഇങ്ങനെ കെനിയയിൽ നിന്ന് വരെ നമ്മൾക്ക് അവരുടെ പുസ്തകങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ സബ്സിഡി തരും നമുക്ക്. അതിന് നമ്മൾക്ക് അതിൻ്റെ പ്രൊസീജിയർ കണ്ടമാനം കയറി പോകാനുണ്ട്. എന്നാലും
ഈ കെനിയെ പോലുള്ള ഒരു രാജ്യം വരെ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നു, അവരുടെ പുസ്തകങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നു. നമ്മളുടെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ തന്നെ നമ്മുടെ പുസ്തകങ്ങൾ കാര്യമായിട്ടൊന്നും എത്തുന്നില്ല. ഇപ്പം മലയാളം തന്നെ, നമ്മൾ മലയാളത്തിൽ തന്നെ ജ്ഞാനപീഠമൊക്കെ കിട്ടിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നിർബന്ധമായിട്ട് എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ളത് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഒരു നിർബന്ധമാണ്. എന്നാലും ഈ ഒരു പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ നമ്മുടെ MTയുടെ ഒരു പുസ്തകം ഞാൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ കുറവാണ് മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ NBT കൊടുക്കുന്നത് ഒരു പേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 4 രൂപയാണ് കൊടുക്കുന്നത്. 4 രൂപയ്ക്ക് എന്ത് സ്റ്റാൻഡേർഡാണ് നമുക്ക് കിട്ടുന്നത്? ഓക്കെ, സോറി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ഒരു പ്രസാദന രംഗത്ത് നടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യം കൂടി ഞാനൊന്നും സൂചിപ്പിച്ചോട്ടെ. ഇതിൽ ഈ രേഖയിൽ, ഈ നാഷണൽ ബുക്ക് പ്രൊമോഷൻ പോളിസിയുടെ രേഖയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾക്ക് എല്ലാവർക്കും ചിന്തനീയമാണ്. ഇന്ന് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 25,000-ഓളം പബ്ലിഷേഴ്സുണ്ട്. അതിൽ 22,500 പബ്ലിഷേഴ്സും എഡ്യൂക്കേഷണൽ ബുക്സിൻ്റെ പബ്ലിഷേഴ്സാണ്. ഏകദേശം 2,500 പബ്ലിഷേഴ്സ് ട്രേഡ് ബുക്സ് എന്നാണ് അവർ പറയുന്നത്, ലിറ്റററി ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. ഇതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെ സംസാരം കേട്ടതിന് വളരെയധികം നന്ദി. ശ്രീ നരേന്ദ്ര മാഷ്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്ന ശ്രീമതി MA ഷഹനാസാണ്. ഷഹനാസിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പ്രസാദനത്തിൻ്റെ സമാന്തര ലോകങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാനലിസ്റ്റുകൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഞാനും ചിന്തിച്ചിരുന്നു. അതായത് പുസ്തകങ്ങൾ മരിക്കുന്നു എന്ന് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രസാദനത്തിൻ്റെ സമാന്തരമായ മറ്റൊരു വശം എന്ന് പറയുന്നത് ഡിജിറ്റൽ മേഖല തന്നെയാണ്. അപ്പം ആ ഒരു വശത്തെക്കുറിച്ചുള്ള ചർച്ചകളോ അതിൻ്റെ സാധ്യതകളെ പറ്റിയാണോ പറയുന്നത് എന്നൊന്നും കൃത്യമായിട്ട് ആ ഒരു ടൈറ്റിലിൽ ഇല്ലാത്തത് കൊണ്ട് പുസ്തകം മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസാധക എന്ന നിലയിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രസാധനം എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് തന്നെ ഒരു പറ്റം ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റൂ എന്ന ഇടത്ത് നിന്ന് ഏറ്റവും ജനകീയമായി നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് എല്ലായിടങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രസാധനത്തിൻ്റെ മേഖലയിലും നിരന്തരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണിപ്രവാള പ്രസ്ഥാനത്തിൽ കവിതകൾ എഴുതിയിരുന്ന, അതിൽ നിന്ന് അത്തരത്തിലുള്ള സംസ്കൃത പദങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതിയിരുന്ന ആ കാലത്തിൽ നിന്ന് വെൺമണി പ്രസ്ഥാനത്തിലേക്ക് വന്ന് നാടോടി പദങ്ങൾ ഉപയോഗിച്ച് വളരെ ജനകീയമായി സാഹിത്യം മാറ്റിയതുപോലെ തന്നെ എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാലത്താണ്. ഒരുപാട് പ്രസാധകരുണ്ട് നമുക്ക്. നേരത്തെ സാറൊക്കെ സംസാരിച്ചതുപോലെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഷാർജയിലെ ഭരണാധികാരി പുസ്തകങ്ങളെ, വായനയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ മലയാളികൾക്ക് മാത്രമായി ഒരു പവലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മലയാളി പ്രസാധകരുടെ പുസ്തക പ്രകാശനങ്ങളുടെ ആഘോഷങ്ങളാണ് നടക്കാറുള്ളത്. ഇപ്രാവശ്യം 1000-ഓളം പുസ്തകങ്ങളാണ് അവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏറ്റവും സന്തോഷം എന്താണെന്ന് വിചാരിച്ചാൽ, പുസ്തകങ്ങൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പം അതുപോലെ വായന മരിക്കുന്നില്ല, പുസ്തകം മരിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം പ്രസാധനം കയ്യേറാമെന്ന് വിചാരിക്കുന്നിടത്ത് നമുക്കിപ്പോൾ സെൽഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു രീതിയെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു. ഈ കാലത്ത് മാത്രമൊന്നുമല്ല സെൽഫ് പബ്ലിഷിംഗ് ഉണ്ടായിട്ടുള്ളത്. ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയപ്പോൾ അത് ഒരു പെണ്ണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ പരിജ്ഞാനം നേടുന്നതിനെ കുറിച്ച് എഴുതിയപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ പ്രസാധകർ തയ്യാറായിരുന്നില്ല. അദ്ദേഹം സ്വന്തം നിലയിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വള്ളത്തോളും വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെ സെൽഫ് പബ്ലിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സെൽഫ് പബ്ലിഷിംഗ് ചെയ്യുന്ന എഴുത്തുകാർ ഉണ്ട് എന്നുള്ളത് ഒരു മാറ്റം തന്നെയാണ്. പിന്നെ ചെറുകിട പ്രസാധകരും വൻകിട പ്രസാധകരും, ഇവിടെ നേരത്തെ സംസാരിച്ചതിൽ പുസ്തകങ്ങൾ പണം കൊടുത്ത് അടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ചെറുകിട പ്രസാധകർ
പണം കൊടുത്ത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് പറയാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ വൻകിട പ്രസാധകരും പണം വാങ്ങി തന്നെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് ചെയ്യുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൽ അവർ സ്വമേധയാ ചെയ്യുന്ന പുസ്തകങ്ങൾ മാത്രമല്ല, ക്യാഷ് വാങ്ങി എഴുത്തുകാരനോട് പണം വാങ്ങി പ്രിന്റ് ചെയ്യുന്ന പുസ്തകങ്ങളും ഇന്ന് പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നറിയില്ല, ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ചെറുകിട പ്രസാധനങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ഞാൻ ശരിക്കും ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ആ ചർച്ചയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് മാത്രമല്ല നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ സാഹിത്യ അക്കാദമി ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഒരു പുതിയ പ്രസാധക എന്ന രീതിയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരാളാണ് സമത പുസ്തക പ്രസാധനത്തിന്റെ ടീച്ചറെ എന്ന് പറയുന്നത്. ഒരു പെൺ പ്രസാധക എന്ന രീതിയിൽ എനിക്ക് അവരിൽ നിന്ന് ഒരുപാട് കേൾക്കാനുണ്ടായിരുന്നു. പക്ഷെ അവരിവിടെ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ്. കാരണം ഈ മേഖലയിൽ സ്ത്രീകൾ വളരെ കുറവാണ്, എഴുത്തുകാരികൾ വളരെ കുറവാണ്, ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരികൾ കുറവാണ്. അപ്പം ഞാനൊരു ഈ പ്രസാധന മേഖലയിൽ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെയും സ്ത്രീകൾ. ടീച്ചർ മറ്റൊരു സെഷനിൽ ഉള്ളത് കൊണ്ടാണ് ഈ സെഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഓക്കെ, അപ്പം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അത് ടീച്ചറെ പോലെയൊക്കെയുള്ള ഒരാളുണ്ടെങ്കിൽ വർഷങ്ങളുടെ സ്ത്രീ പ്രസാധനം കൊണ്ട് നടക്കുന്ന, ഞാനൊക്കെ പുതിയ ആളാണ്, അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അറിയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സ്ത്രീ പ്രസാധകരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഞ്ച് പേരിൽ കൂടുതലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റം ഈ സമാന്തര ലോകം എന്ന് പറയുന്ന ഇടത്ത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, എന്നോട് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രസാധകൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിലെ തന്നെ. റോയൽറ്റി കിട്ടാഞ്ഞിട്ട് എഴുത്തുകാരൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല, പക്ഷേ പ്രസാധനം കൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്ത പ്രസാധകനുണ്ട് എന്ന്. ചെറുകിട പ്രസാധക എന്ന രീതിയിൽ മൾബറി എന്ന് പറയുന്ന പ്രസാധനശാലയെയും അവിടെയുള്ള ഷെൽവി എന്ന് പറയുന്ന പ്രസാധകനെയും നമ്മൾ മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല പുസ്തകങ്ങളും കെട്ടിലും മട്ടിലും ഏറ്റവും രൂപഭംഗിയോടുകൂടി ഈ സാഹിത്യ മേഖലയ്ക്ക് സമർപ്പിച്ച ഒരു ചെറുകിട പ്രസാധകർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറുകിട പ്രസാധനം എന്ന് പറയുന്നത് തന്നെ സാഹിത്യ മേഖലയിൽ വിപ്ലവം നടത്തുന്ന ഒരാളുകൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഗ്രന്ഥശാല പോലെയുള്ള അടക്കമുള്ള ഇടങ്ങളിൽ ഒരു എഴുത്തുകാരി പ്രസാധകയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ പ്രസാധകനാവുമ്പോൾ നമുക്ക് എഴുത്തുകാരുടെ മനസ്സുകൂടി മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. പുസ്തക പ്രസാധന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഒരു പുസ്തകോത്സവങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഗ്രന്ഥശാലയുടെ പുസ്തകോത്സവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യ മേഖലയിലുള്ള പ്രസാധകരെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ ഒരു പുസ്തകത്തിന് 100 രൂപയാണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് എത്രയാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ പുസ്തകം കൊടുക്കുക. സ്വാഭാവികമായിട്ട് അത് എല്ലാ പ്രസാധകരും 30ഉം 50ഉം ഒക്കെ പെർസെൻറ്റേജ് കൊടുത്തിട്ട് പുസ്തകങ്ങൾ വിൽക്കാറുണ്ട്. പക്ഷേ പ്രസാധന മേഖലയെ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്ററായിട്ട് ജോലി ചെയ്തതിന് ശേഷം പ്രസാധന മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പുസ്തകോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകങ്ങൾക്ക് വില വീശുന്ന വലിയൊരു രീതി ഈ മേഖലയിൽ കണ്ടിട്ടുണ്ട്. അതായത് പുസ്തകങ്ങൾ ഇത്ര പെർസെൻറ്റേജിന് വാങ്ങി എന്ന് കാണിച്ചിട്ട് ബാക്കി പൈസ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥശാല പ്രവർത്തകരുണ്ട്. മാത്രമല്ല, നോവലുകൾക്കും കഥകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ കവിതകളെ എടുക്കാതെ മാറ്റി നിർത്തുന്ന, ഒരു തരത്തിലും കവിതകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഗ്രന്ഥശാല പ്രവർത്തകരുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കവിത എഴുതുന്ന ഒരുപാട് നല്ല കവിത എഴുതുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളും എഴുതുന്ന ആളുകളാണ്. പക്ഷെ അതിൽ നല്ല കവിത എഴുതുന്ന ആളുകളുടെ കവിതകൾ പോലും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ പ്രസാധന മേഖലയിൽ സ്വാഭാവികമായിട്ടും വൻകിട പ്രസാധകരെന്നും ചെറുകിട പ്രസാധകരെന്നും പറഞ്ഞ് ഒരുപാട് പ്രസാധകർ മുന്നോട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ പുസ്തകങ്ങളുമായിട്ട് വായനയും എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് എൻ്റെ ഒരു കണ്ടിന്യൂറ്റി വിട്ടുപോയി. എല്ലാം പറഞ്ഞില്ല, കുറച്ചുകൂടി പറയാനുണ്ട്. അതുപോലെ തന്നെ
നമ്മൾ സാഹിത്യ മേഖലയിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രസാധന സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു പ്രസാധകർക്കുള്ള ഒരു ഏറ്റവും കേന്ദ്ര സ്ഥാനമായിട്ട് നമ്മളൊക്കെ കരുതുന്ന ഒരു ഇടം തന്നെയാണ്. പക്ഷേ ഈ പ്രസാധകരെ കൂട്ടി യോജിപ്പിക്കാനോ അതല്ലെങ്കിൽ പ്രിന്റിങ്ങിന്റെ കാര്യത്തിൽ, ഇപ്പൊ പ്രിന്റിങ്ങിന്റെ റേറ്റിന്റെ കാര്യം പറഞ്ഞു, പേപ്പറിന്റെ വിലയുടെ കാര്യം പറഞ്ഞു, ഓരോ പ്രസാധകരും എഴുത്തുകാരുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇതിനെയൊക്കെ ഏകീകരിക്കാനോ അല്ലെങ്കിൽ ഈ പ്രസാധകരെ ഒന്നായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു സംഘടന ഉണ്ടാക്കാനോ ഒന്നും ഗവൺമെന്റിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു എഴുത്തുകാരിക്കോ അല്ലെങ്കിൽ ഒരു പ്രസാധകനോ ഒരു പ്രസാധകയ്ക്കോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പോയി പറയാനോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഒരു കോർഡിനേഷനോ ഈ ഗവൺമെന്റിന്റെ കീഴിൽ സാംസ്കാരിക മേഖലയ്ക്ക് കീഴിൽ ഇല്ല എന്നുള്ള ഒരു സത്യം കൂടെ ഇതിലുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രസാധകരുണ്ട്, വണ്ടിയുടെ പ്രസാധകർ മാത്രം ഒരു കൂട്ടായ്മയുണ്ട്. ഒരു പുസ്തകമേള ഉണ്ടെങ്കിൽ പോലും ചെറിയ പ്രസാധകരെ അറിയിക്കാതെ പോകുന്ന വണ്ടിയുടെ പ്രസാധകരുണ്ട്. അപ്പം എല്ലാവരും ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. എല്ലാവരും ഒരു പ്രസാധകൻ ചെയ്ത പുസ്തകം മറ്റൊരു പ്രസാധകൻ ചെയ്യുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഐക്യം പോലും ഇല്ലാത്ത ഒരു മേഖലയാണ് പ്രസാധന മേഖല എന്ന് പറയുന്നത്. അതിനെ ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരേണ്ട അത്യാവശ്യമുണ്ട്. കാരണം സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപ്ലവം തന്നെയാണ്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് സ്കൂളുകളിൽ അടക്കമുള്ള ആളുകൾ ഇവര് മേളകൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പുറത്തുള്ള അന്താരാഷ്ട്ര മേളകളിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, കുട്ടികളുടെ മാത്രം പുസ്തകങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന പുസ്തക പ്രസാധന മുഴുവൻ ഒരു പ്രസാധനശാലയും മറ്റ് മേഖലകളെ കൈവയ്ക്കാറേ ഇല്ല. അങ്ങനെയൊന്നും നമ്മൾ പുതിയ മേഖലയിലെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസാധന മേഖലയിൽ പ്രത്യേകിച്ചും ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് കേരളത്തിൽ പിന്നെ സാഹിത്യ മേഖലയിലുള്ള ഒരു പ്രസാധനശാല, ഗവൺമെന്റിന്റെ പ്രസാധനശാലയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമുക്ക് ഗവൺമെന്റ് ഇറക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ലഭ്യമാകുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ വളരെ കുറവാണ്. സാധാരണക്കാർക്ക് ഇടയിലേക്ക് എത്തുന്നതിനുള്ള അറിവുകൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രസാധന മേഖലയിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു ഈ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരുപാട് എഴുത്തുകാരികളും പ്രസാധകയായിട്ടുള്ള സ്ത്രീകളും മുന്നോട്ട് കടന്നു വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. പ്രസാധകരുടെ അടുത്തു നിന്നാണെങ്കിലും എഴുത്തുകാരുടെ അടുത്തു നിന്നാണെങ്കിലും സ്ത്രീകൾക്ക് വളരെ മാന്യമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാതെ ഒരു സദസ്സിലിരുന്ന്, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, സദസ്സിലിരുന്ന് എന്താ പറയാ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സ്ത്രീകൾ പോലും വേശ്യകളാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ കൂടി നിന്നുകൊണ്ട് നമ്മൾ സാംസ്കാരിക വിപ്ലവം നടത്തേണ്ടി വരുന്ന ഒരു ഗതിയോടുള്ള ഒരു സ്ത്രീ പ്രസാധക കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. സമാന്തര ലോകം, ഡിജിറ്റൽ മേഖലയൊക്കെ എല്ലാ പബ്ലിഷിംഗ് ഫീൽഡിന്റെയും കൂടെ ഉണ്ട്. എല്ലാവരും ഈ ബുക്സ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ, ഈ ബുക്സിന്റെ മേഖലയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എത്രത്തോളം ആയാലും പുസ്തകങ്ങൾ മരിക്കുകയോ അല്ലെങ്കിൽ പുസ്തകം ഏതൊരു എഴുത്തുകാരനും അവന്റെ ഒരു പുസ്തകം, അച്ചടിച്ച പുസ്തകം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ സമാന്തര ലോകത്തോടൊപ്പം തന്നെ അച്ചടിച്ച പുസ്തകങ്ങളുമായി പുതിയ പ്രസാരം, ഞാനടക്കമുള്ള എൻ്റെ മേഖല എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചത് M.Com B.Ed ആണ്. ബാങ്ക് മേഖലയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പണമുണ്ടാക്കുന്ന മേഖലയിൽ വർക്ക് ചെയ്യാമെങ്കിലും ഇതൊരു വ്യവസായമായി പോലും പ്രഖ്യാപിക്കാത്ത ഈ ഇടത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുസ്തകങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും വായനയോടുള്ള ഇഷ്ടം കൊണ്ടും ഒക്കെയാണ്. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു ഇടപഴകലിന് ഒരവസ്ഥ കൂടി ഉണ്ടാവണമെങ്കിൽ അത് ഈ സാഹിത്യ അക്കാദമിയിൽ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടായത്. ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരട്ടെ, ഒരുപാട് സ്ത്രീകൾ വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഒരിടം കൂടി ഈ പ്രസാധന മേഖലയിൽ കൂടി ഉണ്ടാവട്ടെ. എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ട്, അപ്പം ഈ മേഖലയിലും സ്ത്രീകൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി ശ്രീ എം. എ. ഷഹനാസ്. അടുത്ത ശ്രീ ഷാജി ജോർജ് നമ്മൾ സംസാരിക്കുന്നതാണ്. 2 ചോദ്യമെങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം സാർ. പ്രിയ മോഡറേറ്റർ, പ്രിയമുള്ളവരെ, സ്നേഹവന്ദനം. 2 അല്ല 10 ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പേര് ഇവിടെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ കൂട്ടത്തിൽ DC ബുക്സിൻ്റെ എഡിറ്റർ ശ്രീകുമാർ അല്ലാതെ മറ്റ് എഴുത്തുകാരാരെയും കണ്ടില്ല. ഇതാണ് കേരളത്തിലെ പ്രസാധകരുടെ അവസ്ഥ. എഴുത്തുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, സർക്കാരിനും വേണ്ടാത്ത ഒരാളുകളായി ഇപ്പോൾ പ്രസാധകർ മാറിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നോക്കിയാൽ ഒരുപാട് പ്രസാധകരെ കേരളത്തിൽ കാണാം. ഇവിടെ പരാമർശിക്കപ്പെട്ട ലൈബ്രറി കൗൺസിൽ പുസ്തകമേളയിൽ 200-ലേറെ പ്രസാധകർ വരും. ഇതിൽ പകുതിയിലേറെ പ്രസാധകർ എഴുത്തുകാരിൽ നിന്ന് പണം വാങ്ങി പുസ്തകം പ്രിന്റ് ചെയ്ത് വിൽക്കുന്ന ആളുകളാണ്.
ഇവിടെ ഷാർജ പുസ്തക ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലേക്കാൾ കൂടുതൽ ഒരു പുസ്തകോത്സവത്തിൽ മലയാള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷാർജയിലാണ്. ഒരു പ്രസാധകൻ 80 പുസ്തകങ്ങൾ പ്രസാദനം ചെയ്തു, മറ്റൊരു പ്രസാധകൻ 70 എണ്ണം ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു വർഷം 30 പുസ്തകത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷെ ഞാനൊരു പുസ്തകം ചെയ്യുമ്പോൾ അത് DC ബുക്സിനോടും മാതൃഭൂമി ബുക്സിനോടൊപ്പം കിടപിടിക്കുന്ന പുസ്തകമാകണമെന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. കാരണം മലയാളി ആഗ്രഹിക്കുന്നത്, പുസ്തകസ്നേഹി ആഗ്രഹിക്കുന്ന പുസ്തകം കൊടുക്കാൻ പ്രസാധകന് കഴിയണം, അല്ലെങ്കിൽ പ്രസാധകന് നിലനിൽപ്പില്ല. നിങ്ങൾ ഓർക്കും, രസ്ന എന്ന മാസികയുടെ നേതൃത്വത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് 18 കവിതകൾ, ബാലചന്ദ്രൻ ചുള്ളിക്കാരന്റെ 18 കവിതകൾ പ്രസിദ്ധീകരിച്ച നഗരമാണ് തൃശ്ശൂർ. അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാരനെ പോലുള്ള ഒരു എഴുത്തുകാരനെ, പ്രസാധകനെ കിട്ടാത്ത ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോ പഞ്ചായത്ത് തോറും പ്രസാധകരാണ്. തിങ്കൾ മുതൽ ഞായർ വരെ പേരുകളെല്ലാം ഉണ്ട്. ആപ്പിൾ മുതൽ ഓറഞ്ച് വരെ ഉണ്ട്. പേര് കിട്ടാത്ത പ്രസാധകരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പ്രസാധകരെ ഒരു വ്യവസായ ശൃംഖലയിൽ പെടുത്തണം എന്നുള്ളതാണ്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാൾ പിറ്റേ ദിവസം എന്നോടൊരു മാനസികമായ വിഷമമുണ്ടായ പിറ്റേ ദിവസം അയാൾ എൻ്റെ തൊട്ടടുത്ത മുറിയിൽ ബോർഡും തൂക്കി പ്രസാധകനാകുകയാണ്. യാതൊരു പ്രശ്നവും വേണ്ട. അങ്ങനെ കേരളത്തിൽ വന്നിട്ടുള്ള പ്രസാധകരുടെ എണ്ണം നോക്കിയാൽ വളരെ വളരെ കൂടുതലാണ്. ഷെൽവി മരിച്ച വർഷമാണ് ഞാൻ പ്രസാധന രംഗത്തെത്തുന്നത്. ഷെൽവി പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടക്കുന്നവനാണ് പ്രസാധകൻ. ഷെൽവിയാണ് മലയാള പുസ്തകങ്ങളുടെ രൂപഭംഗി മാറ്റിയത്. അന്നുവരെ കായും പൂക്കളും മാത്രമുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ എഴുത്തുകാരന്റെ ചിത്രം പ്രിന്റ് ചെയ്ത് എഴുത്തുകാരന് പ്രൊമോഷൻ കൊടുത്ത ഈ പ്രസാധകൻ മരിച്ചപ്പോൾ എത്ര എഴുത്തുകാർ ചെന്ന് ചോദിച്ചാൽ പ്രസാധകൻ അവന്റെ അടുത്ത പുസ്തകവുമായി അടുത്ത പ്രസാധകനെ തേടി പോവുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കിയ ഏറ്റവും വലിയ പ്രസാധകരെന്ന് പറയുന്നവര് പത്രമാധ്യമങ്ങൾ കൂടി ചേർന്ന ആളുകളാണ്. ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അതിന്റെ പ്രകാശനത്തിന്റെ വാർത്ത മലയാള മനോരമയിലും മാതൃഭൂമിയിലും മാധ്യമത്തിലും വരില്ല. കാരണം അവർ പറയും ഞങ്ങൾക്ക് പുസ്തകശാലകളുണ്ട്. ഇതെന്തൊരവസ്ഥയാണ്? അപ്പോൾ ജനാധിപത്യക്രമം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കൂടി വേണ്ട നീതി പുലർത്തേണ്ട കാര്യമല്ലേ? ഒരു പുസ്തകം ഇറങ്ങിയാൽ ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ എൻ്റെ പുസ്തക പ്രസാധനശാലയ്ക്ക് രാഷ്ട്രീയമുണ്ട്, സാംസ്കാരികമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഇറക്കിയൊരു പുസ്തകം ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന മഹതിയുടേതാണ്. അവരുടെ ജീവചരിത്രമാണ്. ആരാണ് ദാക്ഷായണി വേലായുധൻ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ പോലും കൈവക്കില്ല. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 വനിതകളാണ് ഉണ്ടായത്. അതിൽ 3 പേര് മലയാളികളാണ്. ആനി മസ്കിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധൻ ഗാന്ധിയുടെ ആശ്രമത്തിൽ വെച്ചാണ് വിവാഹം കഴിക്കുന്നത്. ഒരു കുഷ്ഠരോഗിയാണ് വരണമാലി എടുത്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ദാക്ഷായണി വേലായുധനെ കുറിച്ച് മലയാളത്തിൽ എന്തുകൊണ്ടൊരു പുസ്തകം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ, എഴുത്തുകാർക്ക് മാത്രമായി പ്രസാധക സംഘം ഉണ്ടായ കേരളത്തിൽ, അല്ലെങ്കിൽ എഴുത്തുകാർ രൂപീകരിച്ച സഹകരണ സംഘം ഉണ്ടായ കേരളത്തിൽ ഇത്തരം ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. കലാമണ്ഡലം ഹൈദരാലി, അങ്ങനെ എത്രയെത്ര ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഈ പൊതുസമൂഹത്തിൽ അവരുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് സാധിക്കണം. അപ്പൊ അതാണ് എൻ്റെ പ്രസാധനത്തിന്റെ രാഷ്ട്രീയം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രസാധന രംഗത്തെ ഒരു വ്യവസായമായി കാണണം. അതിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. അതിൽ കൃത്യമായ നിബന്ധനകൾ പാലിക്കപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രസാധന കലയ്ക്ക് ഒരു ഔന്നത്യം ഉണ്ടാവും. ഇവിടെ പറഞ്ഞല്ലോ ഒരു ലിറ്റററി എഡിറ്ററെ കുറിച്ച്. ഒരു എഡിറ്റർ പ്രസാധന സംഘത്തിന് ആവശ്യമാണ്. ഇവിടെ പണമുള്ളവർക്ക് ആർക്കും ഇപ്പോൾ എഴുത്തുകാരനാകാം. നിങ്ങൾ 50,000 കൊണ്ടെന്നാൽ അത് വാങ്ങി പ്രിന്റ് ചെയ്യാൻ പ്രസാധകൻ തയ്യാറാകും. വേണമെങ്കിൽ 20,000 രൂപ പ്രകാശന ചടങ്ങിനും കൂടി വാങ്ങും. ഒരു കാലത്ത് ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് 3-3.5 ലക്ഷം രൂപ ഡേവിസ് സൂചിപ്പിച്ച പോലെ മേടിച്ച് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവര് ഈ സാമൂഹ്യ തലത്തിൽ വന്നതുപോലെ ഇല്ലാതാക്കപ്പെടും. പക്ഷേ ഗൾഫിൽ നിന്ന് വന്ന് അവന്റെ ജീവിതകഥ എഴുതിയ ആടുജീവിതം പോലെയുള്ള പുസ്തകങ്ങൾ നിലനിൽക്കും. കാരണം അതിനകത്ത് ജീവിതമുണ്ട്. അപ്പൊ നമുക്ക് ഈ സാഹിത്യത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന പ്രസാധകൻ ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ ലൈബ്രറികൾ സജീവമാകൂ. നിങ്ങളിപ്പോൾ ലൈബ്രറികളിൽ ചെന്ന് നോക്കിയേ, എല്ലാ ലൈബ്രറികളിലും തുറക്കാത്ത അലമാരകൾ കാണാൻ കഴിയും. അങ്ങനെ തുറക്കാത്ത അലമാരകൾക്ക് വേണ്ടി ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നത്, അവ ഏത് പുസ്തകം വേണമെങ്കിലും മേടിച്ചാൽ മതി. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ ഇരുന്ന് ലൈബ്രറിയൻ ഞായറാഴ്ച സൺഡേ സപ്ലിമെന്റിൽ വരുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ഗ്രാന്റ് കിട്ടുമ്പോൾ അതിൽ നിന്ന് വായനക്കാരോട് ചോദിക്കും ഏതൊക്കെ പുസ്തകം വേണമെന്ന്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു തോന്നലേ ഇല്ല.
ലോകത്ത് ഏതെങ്കിലും ഒരു സാധനം പകുതി വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ പുസ്തകമാണ്, മലയാളത്തിൽ പുസ്തകമാണ്. ലോകത്ത് ഒരു സാധനം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്നിട്ട് അത് പകുതി വിലയ്ക്ക് തരുമെന്ന് വെച്ചാൽ അവൻ ആട്ടി ഓടിക്കും. പക്ഷെ മലയാളി പ്രസാധകൻ 50 അല്ല 60 അല്ല 70 കൊടുക്കാൻ തയ്യാറാണ്. എങ്ങനെയെങ്കിലും തലേന്ന് പോട്ടെ എന്ന് കരുതി. ഇതാണോ പുസ്തക പ്രസ്ഥാനത്തിലെ അവസ്ഥ? പണ്ട് രമണൻ, ചെങ്ങമ്പുഴയുടെ രമണൻ ഡ്രങ്ക് പെട്ടിയിലാക്കി ബംഗാളിലേക്ക് പോയ മലയാളിയെ കുറിച്ചറിയാം. ഇനിയിപ്പം രമണനും വേണ്ട, 15,000-ഓളം കവികളുള്ള കേരളത്തിൽ 300 കോപ്പി കവിതാ പുസ്തകം അടിക്കാൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിലുള്ളത്. അടുത്ത് ആരോ സംസാരിച്ചല്ലോ അത്. അപ്പോൾ ഒരാളുടെ പുസ്തകം മറ്റൊരാൾ വായിക്കുന്ന അവസ്ഥ കവികൾക്കില്ല, സാഹിത്യകാരന്മാർക്കില്ല. പിന്നെ ഇതെന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം ഒരു ആസൂത്രണ മികവുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണ്. ഈ രംഗം മാറണമെങ്കിൽ പ്രസാധകൻ വിമർശിക്കപ്പെടണം, അവന്റെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇറക്കുന്നത് എന്നുള്ള ചിന്ത വേണം. ഒരു കാലത്ത് ഗ്രീൻ ബുക്സ് മികവുറ്റ പുസ്തകങ്ങൾ മലയാളത്തിന് നൽകിയെങ്കിൽ അത് CG ശാന്തകുമാറും പിന്നീട് വന്ന ആളുകളിലേക്ക് ഒരു വലിയ ഇൻവോൾവ്മെന്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന എഴുത്തിന്, കേരളത്തിലെ മലയാളത്തിലെ എഴുത്തിന് അപ്പുറത്തുള്ള എഴുത്തിനെ കാണാൻ കഴിയുന്ന പ്രസാധകർ കേരളത്തിലുണ്ടാകണം. അതായിരുന്നു ഷെൽവിയുടെയൊക്കെ ഒരു പ്രത്യേകത. പാബ്ലോ നെരൂദയും അല്ലെങ്കിൽ മറ്റാളുകളെയും ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ശിഖ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം കൊടുങ്ങല്ലൂരുണ്ടായി. അല്ലെങ്കിൽ ഖനി എന്ന ഒരു പ്രസിദ്ധീകരണം ആലുവയിലുണ്ടായി. പുസ്തക പ്രസാധകർ എന്ന സംഘം ജോയി മാത്യുവിന്റെ നേതൃത്വത്തിലുണ്ടായി. ഇവരൊക്കെ ചെയ്തതെന്താണ്? മലയാളിക്ക് അപ്രാപ്യമായ പുസ്തകങ്ങളെ മലയാളത്തിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴാണ് പ്രസാധകന് നിലനിൽപ്പുണ്ടാവുന്നത്. ലോകത്ത് ഭ്രാന്തുള്ള ആളുകളുടെ പുസ്തകം, ഭ്രാന്തും സാഹിത്യവുമായി ഇടകലർന്ന ഉന്മാദം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച ആളാണ് ഞാൻ. അത് അല്പം ഭ്രാന്ത് എനിക്കുള്ളത് കൊണ്ടാണ്. അത് ഭാഷയോടും സാഹിത്യത്തോടുമുള്ള ഭ്രാന്താണ്. അങ്ങനെ ഭ്രാന്ത് സാഹിത്യത്തിലും പുസ്തക പ്രസ്ഥാനത്തിലും ചെലുത്താൻ കഴിഞ്ഞാൽ മലയാളത്തിൽ നല്ല പുസ്തകങ്ങളുണ്ടാവും. നന്ദി, നമസ്കാരം. നന്ദി സാർ. വളരെ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ നിന്ന് സഹപ്രാസംഗികർ കുറച്ച് മാറി നടന്നിട്ടുണ്ട്. അത് പ്രസാധകൻ എന്ന രീതിയിലേക്ക് അവർ ഒതുക്കി സംസാരിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ലക്ഷ്യം സമാന്തര ലോകങ്ങൾ എന്നുള്ളതായിരുന്നു പ്രസാധനത്തിൻ്റെ. പലപ്പോഴും ചിലപ്പോഴെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് മാറി നടന്നെങ്കിലും ഒരു പ്രസാധകൻ എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. മറ്റൊരു വേദി ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനില്ല എന്നുള്ളിടത്താണ് ഇങ്ങനെ ഒരു വേദി കിട്ടിയത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിലായി പോയത്. അതും ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് അധികം സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളതെന്ന് ശ്രീജ പ്രസ്താവിച്ചു കഴിഞ്ഞു. 1-2 ചോദ്യങ്ങൾക്കുള്ള സമയമുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് 1-2 ചോദ്യങ്ങൾ. നേരത്തെ അധ്യക്ഷവേദിയിൽ അധ്യക്ഷൻ തന്നെ പറഞ്ഞു പ്രസാധകരെ ചൂഷകരാണ്, ഒരു എഴുത്തുകാരെ ചൂഷണം ചെയ്യുന്നു, വായനക്കാരെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ അത് അത്തരമൊരു സമീപനം ഈ സാഹിത്യ അക്കാദമിയുടെ ഒരു വേദിയിൽ തന്നെ ഉണ്ടായതിൽ എനിക്ക് വലിയൊരു വിഷമമുണ്ട്. കാരണം ഈ പ്രസാധകന്റെ വിഷമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രസാധകൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചോ നേരത്തെ ഡേവിസേട്ടൻ പറഞ്ഞു. ഒരു എഡിറ്ററുടെ അഭാവം ഒരു പ്രസാധനശാലയ്ക്ക് ഉള്ള കുറവുണ്ട് എന്നുള്ളത്. ഒരു എഡിറ്ററുടെ ഒരു എഡിറ്റർ എൻ്റെ സ്ഥാപനത്തിലുള്ളത് കൊണ്ടാണ് എനിക്ക് നിയമപരമായ ഒരു പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോയത് ഒരു എഡിറ്റർ എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് പ്രസാധനത്തിന്റെ സമാന്തര ലോകം എന്ന് പറയുന്നത് നവമാധ്യമങ്ങളൊക്കെ തന്നെയാണ്. അത് 80-കളിലുണ്ടായിരുന്നു, 90-കളിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 2000-ലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നവമാധ്യമങ്ങളായ കിൻഡിലെ പോലുള്ള മാധ്യമങ്ങളുണ്ട്, ഈ ബുക്കുകൾ, റീഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ തന്നെ വരും കാലങ്ങളിൽ വായന തന്നെയാണ് വായനക്കാർക്ക് വേണ്ടത്. പുസ്തക വായന തന്നെയാണ്. അതിനുള്ളിൽ ലഭിക്കുന്ന ആനന്ദം മറ്റൊന്നും ലഭിക്കുന്നില്ല എന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പല മേഖലകളിലും നമ്മൾ പല മേളകളിലും പങ്കെടുക്കുമ്പോൾ വായനക്കാരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് അപ്പോ ഈ അത്തരം ഒരു സമീപനം അല്ലെങ്കിൽ അത്തരൊരു നേരത്തെ ഉദ്ദേശിച്ചല്ലോ ചൂഷണം എന്നുള്ള വാക്ക്, അത് ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. 2, ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എഴുത്തുകാർ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ട് അവർ തന്നെ അത്തരം ഒരു അനുഭവം ഈ രംഗത്ത് ഉണ്ടായി എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു പുസ്തകമേളയുമായി ഈ വർഷം വന്നപ്പോൾ എന്നോടൊരു എഴുത്തുകാരൻ തന്നെ പറയുകയുണ്ടായി. അപ്പൊ അത് പല എല്ലാം നമ്മൾ പറയുമല്ലോ, എല്ലാവരും പൊട്ടയാണ്, അതിൽ നല്ലതുകളുണ്ട് ചീത്തകളുണ്ട്. അപ്പോൾ അത്തരം സമീപനങ്ങൾ
ഇങ്ങനെയുള്ള ഒരു രംഗത്ത് വരുന്നത് ശരിയല്ല. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും എല്ലാവരും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് അല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എങ്ങനെ എഴുത്തുകാരൻ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത്, വായനക്കാരൻ ചൂഷണം ചെയ്യപ്പെടുന്നു, പ്രസാധകൻ ഏത് രീതിയിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു, പ്രസാധകൻ എങ്ങനെ ചൂഷണം ചെയ്യുന്നു, അത്ര എല്ലാ കാര്യങ്ങളും തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, തുടർന്ന് വന്ന പ്രസംഗത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് വീണ്ടും അത് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്, ഖേദമുണ്ട്. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങൾ? നമസ്കാരം, എൻ്റെ പേര് സെബാസ്റ്റ്യൻ ജോസഫ് എന്നാണ്, കോളേജ് അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് സമാന്തര അതായത് ഇ ബുക്ക് ഉൾപ്പെടെയുള്ള സാധനമാണ്. സത്യത്തിൽ ഇത് നമുക്ക് സർക്കാർ ഒരു പോളിസി ഇല്ല. ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞൊരു കാര്യം എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രസാധനം മൊത്തത്തിൽ ഒരു സർക്കാർ പോളിസിയുടെ ഭാഗമാക്കി വരണം എന്നുള്ളതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ ശൂന്യാകാശത്തിലേക്ക് വിട്ട ഒരു റോക്കറ്റ് പോലെയാണ്, അതങ്ങ് പോവുകയാണ്, അത് എരിഞ്ഞു തീരുകയാണ്. അപ്പൊ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ നമുക്കൊരു മെഗാ ആർക്കൈവിന്റെ ഭാഗമാക്കി, അത് വാരികകളും മാസികകളും വാർഷിക പതിപ്പുകളും ഉൾപ്പെടെയുള്ള എല്ലാ പ്രസാധനങ്ങളും ഒരു മെഗാ ഡിജിറ്റൽ ആർക്കൈവിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. അക്കാദമിക് പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച വന്നിട്ടില്ല. സായാഹ്ന പോലത്തെ പുസ്തകങ്ങൾ നടക്കുന്നത് ആദർശും നമ്മുടെ ഡോക്ടർ ആദർശും രാജേഷും കൂടെ ഉണ്ട്. വലിയൊരു വിഷയമാണ്. വലിയ സബ്ജക്റ്റാണ് സെബാസ്റ്റ്യൻ മാഷ്. ഇപ്പൊ ജോമിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ ചോദ്യത്തിന്റെ വളരെ പ്രസക്തമുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പോളിസി എന്ന് പറയുന്ന സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ കൊണ്ടുവരുന്നതിൽ ഒരു പ്രസാധകനും എതിര് നിൽക്കുകയല്ല എന്നാണ് അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പോളിസിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രസാധകരും, പക്ഷെ അവിടെ പ്രസാധകരുടെ കൂടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒന്നായിരിക്കണം അത്. തീർച്ചയായിട്ടും സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ സംവിധാനങ്ങളുടെ ഒരു പരാജയം തന്നെയാണ് അത് കാണിക്കുന്നത്. ഇതൊക്കെ നിയമങ്ങളുണ്ട്, പാലിക്കപ്പെടുന്നത് മറ്റൊരു ചർച്ചാ വിഷയമാകേണ്ടതാണ്. പക്ഷെ സമയക്കുറവുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു അവസ്ഥ. അതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതാണ്. ഒരു സെക്കൻഡ്. ഒരു ഡെപ്പോസിറ്റ് ലൈബ്രറി എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിക്ക് ആർക്കെങ്കിലും ആവാം. അതുപോലെ സാഹിത്യ അക്കാദമി ഒരിക്കൽ സർക്കാരിനോട് പറയേണ്ടായി, എല്ലാ പുസ്തകങ്ങളുടെയും ഡിജിറ്റൽ കോപ്പി സീൽ ചെയ്ത് അതിൻ്റെ PDF സാഹിത്യ അക്കാദമിയുടെ ആർക്കൈവ്സിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം സർക്കാരിലേക്ക് നമ്മൾ എഴുതുകയുണ്ടായി, പറയുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ലൈബ്രറി സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഒക്കെ ആക്കി മാറ്റും എന്നുള്ള രീതിയിലൊരു ചർച്ചയാണ് സർക്കാരിൽ നിന്നുണ്ടായത്. പിന്നീട് അതിനൊരു തുടർന്ന് ശ്രമം ഉണ്ടായില്ല. സെബാസ്റ്റ്യൻ മാഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാഹിത്യ അക്കാദമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ഡിജിറ്റൽ കോപ്പികൾ, MP പരമേശ്വരനൊക്കെ ഇത് കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നീട്ടുന്നില്ല, വേറെ ആർക്കെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. സംവിധാനം അത്തരത്തിൽ ദൗർബല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, മാറേണ്ടതുണ്ട്. സാർ, ഇനി ചോദ്യങ്ങൾ ഒരാൾക്കും കൂടി ആവാം. സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളാണ്. എൻ്റെ പേര് ജേക്കബ് സാംസൺ. ഞാനൊരു 49 പുസ്തകം എഴുതിയിട്ടുണ്ട്. 30 വർഷമായിട്ട് കളിഞ്ഞണ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു പ്രസിദ്ധീകരണ സംരംഭത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. ഇവരെ എല്ലാ ബുക്ക് എക്സിബിഷനിലും നമ്മളെല്ലാവരും കാണാറുമൊക്കെ ഉണ്ട്. ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സത്യത്തിൽ ഈ ഒരു മീറ്റിങ്ങിനെ കരുതിയിട്ടാണ് ഞാൻ വന്നത്. പ്രധാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു പ്രയോഗമുണ്ട്, തെങ്ങിനും കമുകിനും ഒരേ ത്ലായ്പ്. തെങ്ങി കയറുന്നതിനും കമുകി കയറുന്നതിനും ഒരേ സാധനമല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ ലൈബ്രറി കൗൺസിലിൻ്റെ ഒക്കെ എക്സിബിഷൻ വരുമ്പം ഡെയിലി 2 ലക്ഷത്തിന് പരം കച്ചവടം ഉള്ളവനും 10,000 രൂപ തികയാത്തവനും ഒരേ ഫീസാണ് ചാർജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഒരേ എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. അതേസമയത്ത് ലൈബ്രറിക്ക് ഗ്രാൻഡ് കൊടുക്കുമ്പോൾ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് അങ്ങനെ വ്യത്യസ്തത കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ചെറുകിട പബ്ലിഷേഴ്സ് വരുമ്പോൾ അവരുടെ പുസ്തകങ്ങൾക്കുള്ള വിറ്റെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരും വൻകിട കാരുടെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും, നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കും, എല്ലാം സഞ്ചി തൂക്കി വണ്ടിയിൽ തള്ളിക്കൊണ്ട് പോകും, നമ്മളിങ്ങനെ നിൽക്കും. ഇതാണ് സ്ഥിതി. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറുകിട പബ്ലിഷേഴ്സിന് അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്റ്റാൾ ബുക്കിങ്ങിന് 10,000 രൂപയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നമുക്കൊരു സ്ലാബ് സിസ്റ്റം വെക്കണമെന്നുള്ളതാണ്. അവരുടെ സെയിൽസിൻ്റെ ഈ പ്രസാധകരെ തന്നെ ഇതായിട്ട് ഗ്രേഡ് തിരിച്ചിട്ട് അതനുസരിച്ച് ഉള്ള കുറഞ്ഞ സബ്സിഡൈസ്ഡ് റേറ്റിൽ ചെറുകിട പ്രസാധകരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് ഞാനിപ്പം ചെയ്യുന്നത്. രണ്ടാമതൊരു അപേക്ഷ എന്താന്ന് പറഞ്ഞാൽ,
ഈ കവിതകളോടുള്ള ഒരു വിരുദ്ധ മനോഭാവമാണ്. നമുക്ക് കവിതകൾ ഒരു സാധാരണ ഒരു മനുഷ്യനെ വിൽക്കാൻ വലിയ പാടാണ്. ഒരു ആകപ്പാടെ വിൽക്കാൻ പറ്റുന്ന ലൈബ്രറിയൊക്കെയാണ്. ലൈബ്രറികൾ കവിത എന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു തരത്തിലും വാങ്ങിക്കില്ല. ഞങ്ങളൊക്കെ പുസ്തകം വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 പുസ്തകങ്ങൾ, ഒരു 2000 രൂപയുടെ പുസ്തകം വാങ്ങിച്ച് 5 കവിത ഫ്രീ അങ്ങ് കൊടുക്കും. അങ്ങനെയെങ്കിൽ അത് ലൈബ്രറി ചെന്നിരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ലൈബ്രറിയിൽ പുസ്തകം വിൽക്കുന്നത്. അപ്പൊ ഇതിന് ഒരു പരിഹാരം, പബ്ലിക് ലൈബ്രറിയിൽ 4 നോവൽ എടുക്കും വിലയ്ക്ക്, ഒരു കവിതയെ വാങ്ങിക്കുള്ളൂ. മറ്റു ലൈബ്രറികളിൽ ഒരു കവിത പോലും വാങ്ങിക്കും. ഈ 2 നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. ഇത് സർക്കാരിനോ അല്ല നമ്മുടെ സംവിധാനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് നമുക്കുള്ളൂ. കാരണം തീരുമാനമെടുക്കാൻ പറ്റുന്ന ആരും തന്നെ ഇപ്പൊ ഈ പ്രസിഡീയത്തിൽ ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങയുടെ നിർദ്ദേശങ്ങൾ രണ്ടും വളരെ നല്ല നിർദ്ദേശങ്ങളാണ്. ഇത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും അറിയിക്കേണ്ടവരെ അറിയിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് നന്ദി, ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്.